പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച എസൻസ് പ്രവർത്തകർക്ക്, ഇവിടെ പങ്കുകൊണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ സാധാരണ പറയാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചൊക്കെ ആവർത്തനങ്ങളുണ്ടാവും. കേട്ട് ആരംഭിച്ചവർക്ക് അല്പം വിരസത തോന്നിയേക്കാം. ഈ വിഷയത്തിൻ്റെ ഒരു പ്രസക്തി യഥാർത്ഥത്തിൽ നമ്മൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് വന്ന ഒരു പ്രസക്തിയല്ല. പലപ്പോഴും നമ്മളുടേതായ ആശയങ്ങൾ, സ്വതന്ത്ര ചിന്തയുടെ ആശയങ്ങൾ, മതവിമർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ നമ്മുടെ എതിർപക്ഷത്തുള്ളവരാണ് നമ്മളെ ഈ വിഷയത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു, അദ്ദേഹം വിശ്വസിച്ചിരുന്ന മതത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ ചില സംശയങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ഈ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ അതാദ്യം പറ എന്നാണ് വരുന്നത്. അപ്പോൾ മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം, അല്ലാഹ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച ചെയ്യാം എന്ന രീതിയിലാണ് മുസ്ലിം വിശ്വാസികളാണെങ്കിൽ വരാം. ഇനി അള്ളാഹിൻ്റെ കാര്യം നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞ് ശരിയാക്കുകയാണെങ്കിൽ അപ്പോൾ അള്ളാഹിനെ വിട്ടിട്ട് വേറെ ദൈവത്തിലേക്ക് പോകും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ദൈവവിശ്വാസം എന്നുള്ളത് സമൂഹത്തിൽ ഒരു വിശ്വാസം മാത്രമായി നിലനിൽക്കുന്ന ഒന്നാണെങ്കിൽ സമൂഹം വലിയ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ടാവും, എന്തോ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു. അതിനപ്പുറം അയാളുടെ ദൈനംദിന ജീവിതത്തിലോ അയാൾക്ക് ചുറ്റുമുള്ള സാമൂഹികമായ ജീവിതത്തിലെ വ്യവഹാരങ്ങളിലോ ഒന്നും തന്നെ അയാളുടെ വിശ്വാസം യാതൊരു ഇടപെടലും നടത്തുന്നില്ല എങ്കിൽ, നേരത്തെ ജോർഡി ഇവിടെ പരിചയപ്പെടുത്തിയ മതേതരത്വം അതുപോലെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അയാളുടെ വിശ്വാസം നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് കീറി പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വിശ്വാസമായിട്ട് അയാൾ ജീവിച്ചോട്ടെ നമുക്ക്. പക്ഷേ ഈ വിശ്വാസം നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കും നമ്മുടെ വ്യക്തിപരവും സ്വകാര്യവും ശാരീരികവുമായ ജീവിതത്തിലേക്ക് വരെ കടന്നു കയറുമ്പോഴാണ് നമ്മൾ ഈ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾക്കൊന്നും തന്നെ ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോൾ നമ്മളെ നിർബന്ധിച്ച് ദൈവത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഞാനൊക്കെ എൻ്റെ ഒരു 10-40 കൊല്ലത്തെ യുക്തിവാദ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. നേരത്തെ സുഹൃത്ത് പറഞ്ഞ അതേ ചോദ്യം തന്നെ, ഈ ആദ്യം അള്ളാഹ് ഉണ്ടോ അല്ലേ എന്ന് അത് പറ, ദൈവം ഉണ്ടോ അല്ലേ അത് പറ, എന്നിട്ട് മതി ബാക്കി വർത്താനൊക്കെ എന്നിട്ട് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ നമ്മൾക്ക് ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ളത് പറയേണ്ടി വരികയാണ്. ഇപ്പോ സോഷ്യൽ മീഡിയ വന്നപ്പോഴും ഈ നിങ്ങളെല്ലാവരും കാണുന്നതാണ്, നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം ദൈവത്തിനെ കൊണ്ടുവന്നിട്ടാണ് പലരും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു മതവിശ്വാസി വളരെ നിഷ്കളങ്കമായി നമ്മളോട് പറയുന്നത് പോലെ ആകപ്പാട് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഒരു ദൈവവിശ്വാസം ഒന്നല്ല ഉള്ളൂ. ദൈവവിശ്വാസം ഒരുപാട് കാറ്റഗറിയിലുണ്ട്. അപ്പം ഞാൻ ആദ്യം ആ കാറ്റഗറി ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ദൈവവിശ്വാസം പല തരത്തിലുണ്ട്. അതിൽ മലയാളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾക്ക് ഒറ്റ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ കാറ്റഗറൈസ് ചെയ്യാം, വിശ്വാസത്തെയും കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, തീസം എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഈ തീസമാണ് യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ, പ്രത്യേകിച്ച് സംഘടിത മതങ്ങൾ, സെമിറ്റിക് മതങ്ങൾ പോലുള്ള സംഘടിത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ
കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവമാണ്. അത്തരത്തിലുള്ള ദൈവവിശ്വാസത്തിനാണ് തീയിസം എന്ന് പറയുന്നത്. ഈ ദൈവം ഈ പ്രപഞ്ചത്തെ സർവ ചരാചരങ്ങളെയും സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടി, സ്ഥിതി, സംഹാരാദി എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളെയും തത്സമയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, മനുഷ്യൻ എന്ന ഈ ഒരു നിസാര ജീവിയുടെ ദൈനംദിന ജീവിതത്തിലേക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയും അപ്പോൾ പ്രതികരിക്കുകയും നാളെ പ്രതികരിക്കാൻ വേണ്ടി കണക്ക് എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മതദൈവത്തിൽ വിശ്വസിക്കുന്നതിനെയാണ് തീയിസം എന്ന് പറയുക. ആർത്തവമുള്ള പെണ്ണുങ്ങൾ തന്നെ കാണാൻ വരുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കുക, അതല്ലെങ്കിൽ മറ്റേ ആള് വേറെ ഏതെങ്കിലും ദൈവങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുക, തനിക്ക് തരാൻ വേണ്ടി വെട്ടാൻ വേണ്ടി കൊണ്ടുവരുന്ന ആട് നല്ല ആട് തന്നെ, നല്ല കയ്യും കാലും കേടുള്ള ആടാണോ എന്ന് നോക്കുക. ഇങ്ങനെ താടി എത്ര നീളത്തിലാണ് വെച്ചിട്ടുള്ളത്, മീശ വടിച്ചത് എത്ര പ്രാവശ്യം വടിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ വളരെ നിസ്സാരമായ കാര്യങ്ങളിലേക്ക് വരെ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ പടിഞ്ഞാറാണോ കിഴക്കോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് നോക്കുക. മൂത്രമൊഴിച്ചിട്ട് നമ്മൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ മുട്ടാനെടുക്കുന്ന കല്ല് ഒറ്റസംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ എന്ന് വരെ നോക്കുക. ഒറ്റസംഖ്യയാണെന്നാണ്, ഇരട്ടസംഖ്യ പിശാചാണ്, ഒറ്റസംഖ്യ നമ്മൾ കാണുന്ന പറയുന്ന ഹദീസുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അത്രയും സൂക്ഷ്മമായി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് തീയിസ്റ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വിശ്വാസത്തെയാണ് തീയിസം എന്ന് പറയുന്നത്. ആ തീയിസത്തിന്റെ ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ തുടർന്ന് വിശദീകരിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പാൻതീസം. പാൻതീസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് ഒരു ഭൗതിക ശരീരം മാത്രമല്ല, ഒരു ആത്മീയ ചൈതന്യം കൂടെ ഉണ്ട്. പരമാത്മാവ് എന്നൊക്കെ പറയുന്ന ഒരു ചൈതന്യം കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ചൈതന്യം എന്ന അർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് പാൻതിസ്റ്റ് എന്ന് പറയുന്നത്. പ്രപഞ്ചവും ദൈവവും രണ്ടല്ല, മനുഷ്യന്റെ ശരീരവും ആത്മാവും പോലെ പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ ആത്മാവും ചേർന്ന ഒന്നാണ് എന്ന അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു പരമാത്മാവ് എന്ന അർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിനാണ് പാൻതിസം എന്ന് പറയുന്നത്. അടുത്തത് പാനന്തീസം. ഈ പാനന്തീസം ഇത് പാൻതീസത്തിന്റെ തന്നെ വേറെ ഒരു സബ്ബാണ്. അതില് പ്രപഞ്ചത്തിൽ സർവ്വചരാചരങ്ങളിൽ ദൈവ ചൈതന്യം ഉൾച്ചേർന്നിരിക്കുന്നു. അത് സ്ഥലകാല നൈരന്തര്യങ്ങൾക്കൊക്കെ അതീതവും അപ്പുറവുമാണ് എന്ന വിശ്വാസം തന്നെയാണ് പാനന്തീസം. പാനന്തീസവും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റൊരു വിശ്വാസമാണ് ഡെയിസം എന്ന് പറയുന്നത്. ഡെയിസത്തിന്റെ പ്രത്യേകത സൃഷ്ടി കർമ്മം നടത്തിയ ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ സ്ഥിതിയും സംഹാരവും ഇല്ല. സൃഷ്ടി നടത്തി, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച പ്രപഞ്ചത്തിന് പ്രപഞ്ച നിയമങ്ങൾ അപ്ലൈ ചെയ്തു, അതോടുകൂടി ദൈവത്തിന്റെ ഏർപ്പാട് കഴിഞ്ഞു. പിന്നെ മൂപ്പർക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതും പിന്നെ അങ്ങോട്ട് തിരിയുണ്ടോ ആരാധിക്കാൻ വരുന്നുണ്ടോ മറ്റേ പഠിച്ചവനെ വിളിക്കുന്നുണ്ടോ ഒന്നും നോക്കിയിട്ട് നമ്മളെ പിന്നാലെ നടക്കുന്ന ഏർപ്പാടൊന്നുമില്ല. പിന്നെ അവിടെ വിറക് കൂട്ടി വെച്ചിട്ട് അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് നരകത്തിലിടാനും ശിക്ഷിക്കാനും കള്ളും പെണ്ണും കൊടുക്കാനും അങ്ങനെയുള്ള ഏർപ്പാടൊന്നുമില്ല. സൃഷ്ടിച്ചു, പ്രപഞ്ച നിയമങ്ങൾ ഉണ്ടാക്കി, അങ്ങോട്ട് വിട്ടു. പിന്നെ മൂപ്പർക്ക് വേറെ എന്താണ് ഏർപ്പാട് എന്നൊന്നും നമുക്കറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ വിശ്വാസമാണ് ദൈസം എന്ന് പറയുന്നത്. ഈ ദൈസം ചില സന്ദർഭത്തിൽ തർക്കിക്കാൻ വരുന്ന ഡെയിസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് വേഷം മാറി വരും. അത് ഞാൻ അവസാനം പറയാം, അതിൻ്റെ ചില സംഗതികളുണ്ട്. അപ്പോൾ ഈ ദൈസം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട്, ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു, അതിൻ്റെ അപ്പുറം ബാക്കിയുള്ള കഥകളൊന്നും വിശ്വസിക്കാത്ത ദൈവവിശ്വാസത്തിനാണ് ദൈസം എന്ന് പറയുന്നത്. ഇതിനൊന്നും മലയാളം ഒറ്റവാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് അറിയില്ല. അടുത്തത് ഓട്ടോതീസം. ഓട്ടോതീസം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ വരുന്ന ഒരു സംഭവമാണ്. അഹം ബ്രഹ്മാസ്മി, അതാണ് ഓട്ടോതീസം. നേരത്തെ ജോർഡി ഇവിടെ സൂചിപ്പിച്ചു, അത് നമ്മൾ തന്നെയാണ്, നമുക്ക് പുറത്തല്ല, നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്ന വിശ്വാസത്തിനാണ് ഓട്ടോതീസം എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞാൽ പിന്നെ അഗ്നോസ്റ്റിക് തീസം. അഗ്നോസ്റ്റിക് തീസം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട്, പക്ഷെ നമുക്കൊന്നും അറിയില്ല. ദൈവം ഉണ്ട് എന്നറിയാം, അല്ലെങ്കിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തെക്കുറിച്ചുള്ള യാതൊരു വിവരവും നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു വിശദാംശങ്ങളോ നിർവചനങ്ങളോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് യാതൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. എത്ര ഞാനൊരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് മാത്രം പറയുന്നവരെയാണ് ആഗ്നോസ്റ്റിക് തീസ്റ്റ് എന്ന് പറയുന്നത്. ആഗ്നോസ്റ്റിക് തീസം ഒക്കെ ഇന്ന് പുതിയ ലോകത്ത് സ്വതന്ത്ര ചിന്താരംഗത്ത് കൂടുതൽ ആളുകൂടി വരുന്ന ചില വിശ്വാസ ഗ്രൂപ്പുകളാണ്. ഇനി ആഗ്നോസ്റ്റിസം. ആഗ്നോസ്റ്റിസം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഉണ്ടോ അറിയില്ല, ഇല്ല എന്നറിയില്ല, അതിനെക്കുറിച്ച് യാതൊരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന തികഞ്ഞ അജ്ഞേയവാദം ആണ് ആഗ്നോസ്റ്റിസം. ഒരുപാട് ആഗ്നോസ്റ്റിക്കുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഇരിക്കുന്നതിലും നല്ലൊരു വിഭാഗം ഈ കൂട്ടത്തിൽ ഉണ്ടാവും. കാരണം ദൈവം ഇല്ല എന്നിപ്പോൾ നമ്മളെങ്ങനെ പറയാം, അത് അല്ല ഉണ്ട് നമ്മളെങ്ങനെ പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദൈവം എന്നൊന്നും യാതൊരു വിവരമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു സമീപനത്തിനാണ് അഗ്നോസ്റ്റിസം എന്ന് പറയുന്നത്. അവസാനം ഏത്തീസം. ഏത്തീസം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ധീരമായി തുറന്നടിച്ച് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവിശ്വാസം ഒക്കെ തെറ്റാണ് എന്ന് തന്നെ പറയുന്ന ദൈവനിഷേധപരമായിട്ടുള്ള നിലപാടിനാണ് ഏത്തീസം എന്ന് പറയുന്നത്. ഇത്രയും കാറ്റഗറി ഉണ്ട് ദൈവവിശ്വാസത്തിൽ. പക്ഷേ നമ്മളോട് ദൈവത്തെക്കുറിച്ച് തർക്കിക്കാൻ വരുന്ന ആളുകൾ പലപ്പോഴും ഇതിൽ നിന്ന് സന്ദർഭത്തിനനുസരിച്ച് സൗകര്യമുള്ളത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് നമ്മളോട് തർക്കിക്കും. കാരണം തർക്കം പോകുന്നതിനനുസരിച്ച് ഇവൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നതും നമ്മൾ കാണും. ഒരിക്കലും തീസ്റ്റിന്റെ ദൈവത്തിനെ തർക്കിക്കാൻ കൊണ്ടുവരില്ല. കാരണം തീസ്റ്റിന്റെ ദൈവം തർക്കിക്കാൻ കൊണ്ടുവന്നാൽ ഓടാ സ്ഥലമില്ലാതെ ഒരു പൊട്ടക്കുഴിയിൽ വീണു പോകും. അത്രയും വിമർശനങ്ങൾക്ക് സാധ്യതയുള്ള ദൈവമാണ് തീസ്റ്റിന്റെ ദൈവം. അതുകൊണ്ടാണ് അതിനെ മാറ്റി വെച്ചിട്ട് മറ്റ് ദൈവങ്ങളൊക്കെ എടുത്തിട്ട് തർക്കിക്കാൻ വരുന്നത്. വിശ്വാസികൾ എപ്പോഴും തീസ്റ്റിന്റെ ദൈവത്തെ ഒളിപ്പിച്ചു വെക്കുകയും മറ്റേ ദൈവങ്ങളെ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇനി ഇതെല്ലാം പറഞ്ഞു തന്നെയാണ്. ഇതിൽ തന്നെ ഒക്കെ സബ് കാറ്റഗറികൾ ഗ്നോസ്റ്റിക്കും അഗ്നോസ്റ്റിക്കും ആയിട്ടുള്ള ആളുകൾ തീസത്തോട് ചാഞ്ഞിട്ടുള്ള അഗ്നോസ്റ്റിക്സ് ഉണ്ട്, എത്തീസത്തോട് ചാഞ്ഞിട്ടുള്ള അഗ്നോസ്റ്റിക്സ് ഉണ്ട്. ഇല്ല എന്നതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന സന്ദേഹവാദികളുണ്ട്, ഉണ്ട് എന്നതിന് ഊന്നൽ കൊടുക്കുന്ന സന്ദേഹവാദികളും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ട്. ഇനി നമുക്ക് തീസ്റ്റിലേക്ക് തിരിച്ചു പോകാം. ആദ്യം പറഞ്ഞ തീസ്റ്റ് എന്ന് പറഞ്ഞാൽ മതദൈവങ്ങളാണ്. എല്ലാ മതത്തിനും ഇത് ഒരേപോലെ ബാധകവുമല്ല. പ്രത്യേകിച്ച് ഇപ്പം മതമല്ലാത്ത മതമാണ് ഹിന്ദു മതം. ഒരുപാട് കഥകളുടെ ഒരു സമാഹാരമാണ് ഹിന്ദു ദർശനം എന്ന് പറയുന്നത്. അതിനകത്ത് നേരത്തെ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്. എത്തീസം മുതൽ തീസം വരെയുള്ള എല്ലാ ദൈവങ്ങളും ഒരു ഹിന്ദുവിന് വേണമെങ്കിൽ ഹിന്ദുവിൻ്റെ തന്നെ പുരാണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വേദങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ തന്നെ ദർശനങ്ങളിൽ നിന്നോ തപ്പിയെടുക്കാൻ കഴിയും. അതിൽ എത്തീസ്റ്റുകളുണ്ട്. നേരത്തെ ജോർഡി ഏകദേശം അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഹിന്ദു മതത്തിൽ ഇത് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി ബാധകമല്ല എന്ന് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണ അമ്പലത്തിൽ പോകുന്ന ദൈവത്തിനെ ആരാധിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആർത്തവപ്രായം പെണ്ണുങ്ങൾ പോയാൽ തെരുവിലിറങ്ങി അയ്യപ്പൻ്റെ ചാരിത്രത്തിന് വേണ്ടി ബഹളം കൂട്ടുന്ന ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ തീസ്റ്റ് തന്നെയാണ്. ബഹുഭൂരിപക്ഷത്തിൻ്റെയും വിശ്വാസം തീസം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ബൗദ്ധികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകൾ പലപ്പോഴും ആ ദൈവത്തിൽ, സുകുമാർ അഴീക്കോട് ഒരു ദൈവവിശ്വാസിയായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരിക്കലും അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഈ തീസ്റ്റ് ദൈവത്തിൽ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. കാരശ്ശേരി മാഷ് ദൈവവിശ്വാസിയാണ്. എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഒരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നിസ്കരിക്കുക, നോൽമ്പുകൽക്കുക അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ആ ഏർപ്പാടൊന്നും മൂപ്പർക്കില്ല. മൂപ്പര് യുക്തിവാദികളുടെയൊക്കെ മീറ്റിങ്ങിൽ വന്നതിൽ ആദ്യം നമ്മൾ എവിടെ വിളിച്ചാലും വരും, ഏത് വിഷയത്തിൽ വിളിച്ചാലും വരും, വന്ന് ആദ്യം പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ആദ്യം പറയാം, ഞാൻ യുക്തിവാദിയല്ല, ഞാൻ നിരീശ്വരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മതത്തിനിട്ട് 4 കൊട്ടും കൊടുത്തിട്ട് പോകും. ഇതാണ് മൂപ്പരുടെ രീതി. അപ്പം അങ്ങനത്തെ സമീപനം എടുക്കാൻ ഏറ്റവും സുഖം ഹൈന്ദവ ദർശനത്തിലുള്ളവർക്കാണ്.
അപ്പൊ അല്ലാത്തവർക്കും വേണമെങ്കിൽ അങ്ങനെ ദർശനം എടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ദർശനം എടുത്ത കാരശ്ശേരി മാഷെ മതവിശ്വാസി ഒരിക്കലും ദൈവവിശ്വാസിയായിട്ട് അംഗീകരിക്കില്ല. കാരണം ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ആ പടച്ചോനിൽ വിശ്വസിച്ച് നിസ്കരിച്ച് നോൽമ്പോയിട്ട് പോയില്ലെങ്കിൽ അയാൾ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള ആളോ ആയിട്ട് തന്നെ അവർ കണക്കാക്കുള്ളൂ. അവരെ നിസ്കരിച്ചാത്തവരെ കൊല്ലണമെന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്ന ആ ഗണത്തിൽ തന്നെയാണ് അവർ കാണുന്നത്. ഇനി നമുക്ക് ഈ തീസ്റ്റ് ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് അതിൽ നിന്ന് ഒരു ദൈവത്തിനെ എടുത്തിട്ട് അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി. അതിന് ഏറ്റവും സൗകര്യമുള്ള ദൈവമാണ് അള്ളാഹു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ എടുത്തത്. അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ കൃത്യമായ വിവരങ്ങൾ അള്ളാഹു തന്നെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിൽ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വയം ഇറക്കി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഏറെക്കുറെ പുസ്തകത്തിൽ നിന്ന് ലഭ്യമാണ്. പക്ഷെ ആ പുസ്തകത്തിനുള്ള ഒരു പരിമിതി എന്താ വെച്ചാൽ അത് നേരിട്ട് അങ്ങോട്ട് വായിച്ചാൽ ആർക്കും ഒരു എത്തും പിടിയും കിട്ടില്ല. അപ്പം അതിൽ ഓരോ വാക്യവും വായിച്ചു കഴിഞ്ഞാൽ അതിന് തഫ്സീറുകൾ വേണം, വ്യാഖ്യാനങ്ങൾ വേണം. വ്യാഖ്യാനങ്ങളും തിരഞ്ഞ് നമ്മൾ പോയാൽ ഒരു വാക്യത്തിന് തന്നെ 900 തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ കാണാം. അപ്പം പിന്നെ അള്ളാഹ് പുസ്തകം ഇറക്കിയതുകൊണ്ട് യാതൊരു പ്രയോജനവും യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇതിനുള്ളത്. ഇനി അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ അള്ളാഹുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന പ്രവാചകൻ പറഞ്ഞ് വിശദീകരിച്ച് തന്ന കാര്യങ്ങളാണ് ഹദീസുകൾ എന്ന് പറഞ്ഞത്. ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്ത് വെച്ച് നോക്കിയാൽ അള്ളാഹു ശരിക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ കാറ്റായി പോകും. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ പരസ്പര വിരുദ്ധമായിട്ട് ഒന്നിനെ വിഴുങ്ങുന്ന തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് അതിനകത്ത് കാണുക. അള്ളാഹു വളരെ വിചിത്രവും അവ്യക്തവും അതേസമയം വൈരുദ്ധ്യങ്ങളാൽ സമൃദ്ധവുമായ ഒരു വികല ദൈവസങ്കല്പമാണ്. പച്ചയായിട്ട് ആദ്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹുവിന് ആകൃതിയുണ്ടോ? ഇല്ല എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. എന്നാൽ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ എല്ലാ അവയവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതാ അള്ളാഹുവിന് സൈഡ് ഇട്ട് എന്ന് പറയും, ഭാരി ഉണ്ടെന്ന് പറയുന്നത് 39-56. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കൊടുത്താണ് ആ നമ്പർ. അള്ളാഹുവിൻ്റെ മുഖത്തെക്കുറിച്ച് പറയുന്ന വേറൊരു ആയത്താണിത്. അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറയുന്ന ഖുർആൻ ആയത്തുണ്ട്. കണ്ണുകളുണ്ട് എന്ന് പറയുന്ന ആയത്തുകളുണ്ട്. ഇനി അള്ളാഹു ഒരു കൈപ്പിടിയിൽ ഭൂമി മുഴുവൻ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും എന്ന് പറയുന്നിടത്തടുത്ത് കൈപ്പിടിയുണ്ട്. ആകാശം വലങ്കയിലാണ് പിടിക്കുക എന്ന് പറയുന്ന ഖുർആൻ വാക്യമുണ്ട്. ഹദീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന് വലങ്കൈയുണ്ട് ഇടങ്കൈയുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ 2 കൈയും വലങ്കൈയാണെന്ന് പറയുന്ന വേറൊരു ഹദീസുണ്ട്. ഈ 2 ഹദീസും കൂടെ ചേർത്ത് വെച്ചിട്ട് മുഫസ്സിറുകൾ അള്ളാഹ്ക്ക് 3 കൈയുണ്ട് എന്ന് പറഞ്ഞ ഹദീസും രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് വ്യാഖ്യാനിച്ചിട്ട് അള്ളാഹ്ക്ക് 3 കൈയുണ്ടെന്ന് തീരുമാനത്തിലെത്തിയ മുഫസ്സിറുകളും ഉണ്ട്. ഇത് കഴിഞ്ഞ മാസം, കൃത്യം ഒരു മാസം മുമ്പ്, കഴിഞ്ഞ മാസം 16-ാം തീയതി എൻ്റെ വൈഫ് എടുത്ത ഫോട്ടോ ആണ്. അള്ളാഹ് ഇറങ്ങിയ മലയാണ്. അള്ളാഹ് ഇറങ്ങിയപ്പോൾ ഇടിഞ്ഞു പോയ മലയാണ്. ഈജിപ്തില് സീനാ മരുഭൂമിയിൽ ഒരു മല. അവിടെ മൂസാ നബിക്ക് കിതാബ് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്, കിതാബ് ആണ് എന്നാണ് ഇതിൽ പറയുന്നത്, പക്ഷേ ബൈബിൾ അനുസരിച്ച് ഒരു കൽപ്പലകയിൽ 10 കൽപ്പന എഴുതി ദൈവം ഈ മലയിൽ ഇറങ്ങി വന്നിട്ട് ഒരു കുറ്റിപ്പൊന്തയുടെ പുറകിൽ ഒളിച്ച് നിന്നിട്ട് തീയൊക്കെ കാണിച്ചിട്ട് മോശയെ വിളിച്ച് കല്ല് കൊടുത്തു എന്നൊക്കെ പറയുന്ന ആ മലയാണ് ഇത്. ഇപ്പം നമ്മുടെ ഖുർആൻ ചരിത്രഭൂമിയിലൂടെ എന്ന് പറഞ്ഞ ടൂറൊക്കെ കൊണ്ടുപോകുന്ന ടീമുണ്ട്. അവരുടെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യകാലത്ത് കണ്ടിരുന്നു. അതിലൊക്കെ ഇത് അള്ളാഹ് ഇറങ്ങിയപ്പോൾ ഇടിഞ്ഞ മല എന്നുള്ള രീതിയിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് തന്നെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അള്ളാഹ് ഇറങ്ങുമ്പോൾ മല ഇടിയാൻ കാരണം വെച്ചാൽ അള്ളാഹ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്.
പക്ഷെ സീനാ മരുഭൂമിയിൽ കൂടെ ഞാൻ പോയി നോക്കുമ്പോൾ അവിടുത്തെ എല്ലാ മലയും ഇങ്ങനെയാണ്. എങ്ങനെയല്ല, പലതരം മലകളുണ്ട്. അതിൽ ഒട്ടുമിക്ക ഈ ഏരിയയിൽ കാണുന്ന എല്ലാ മലകളും ഇങ്ങനെ പൊടിയുന്ന ഒരു തരം കല്ലുള്ള മലകളാണ്. എല്ലാ മലയും ഇങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഈ മലക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല. അള്ളാഹു ഇറങ്ങുമ്പോൾ ഇടിയാൻ കാരണം എന്താ വെച്ചാൽ ഹദീസ് അനുസരിച്ച് നമ്മുടെ നിശ്ചിത സമയത്ത് മൂസ വരികയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു, എൻ്റെ രക്ഷിതാവെ എനിക്കൊന്ന് കാണിച്ചു തരൂ നിന്നെ, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ. അവൻ പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ, എന്നാൽ നീ ആ മലയിലേക്ക് നോക്കൂ, അത് അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയെ നിനക്ക് എന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പർവ്വതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അത് ഇടിഞ്ഞു പൊടിയായി. മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു. അപ്പോൾ മല ഇടിഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ഖുർആനിലെ 7-ാം അധ്യായം 143 പറഞ്ഞ. കാരണം അള്ളാഹ്ക്ക് 60 മുഴം നീളമുണ്ട്. 60 മുഴം എന്ന് പറഞ്ഞാൽ ഒരു 30 മീറ്റർ. 30 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ബിൽഡിങ്ങിനേക്കാൾ നീളമുണ്ട്. ഒരു 20 മീറ്ററിൽ താഴെ ഈ ബിൽഡിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 30 മീറ്റർ നീളം എന്നുള്ള ഒരു വലിയ തെങ്ങ് ഒക്കെ സങ്കല്പിച്ച് വെക്കുക. അതിനേക്കാളും കുറച്ചുകൂടെ ഉയരമുണ്ടാവും. ആ ഉയരത്തിന് ആനുപാതികമായ വെയിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 1.5 ടണ്ണെങ്കിലും ചുരുങ്ങിയത് വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ മല ചെറുതായിട്ട് ഇടിയും. ഇത് ഹദീസാണ്. അള്ളാഹ്ക്ക് 60 മുഴ നീളമുണ്ട് എന്ന് പറയുന്ന ഹദീസിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ അതേ വലുപ്പത്തിലും അതേ രൂപത്തിലും അതേ മുഖഛായയിലുമാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്നാണ്. അപ്പം ആദം 60 മുഴ നീളമുള്ള ഒരു മനുഷ്യനായിരുന്നു, അള്ളാഹുവും അതേ വലുപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഹദീസുണ്ട്. അപ്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് കൊണ്ടാണ് മല ഇടിഞ്ഞത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ മനുഷ്യൻ 1.8 മീറ്ററൊക്കെ മാക്സിമം, നമ്മളെ വലിപ്പവും ഈ ആദം നബീൻ്റെ വലിപ്പവും തമ്മിലുള്ള ഒരു താരതമ്യമാണത്. ഇപ്പോൾ ഒരു 30 മീറ്റർ ആകുമ്പോൾ ഏകദേശം ഈ വലിപ്പ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ വലിപ്പ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റും ഉണ്ടാവും. ആ അള്ളാഹുവിൻ്റെ നിങ്ങൾ മുഖത്ത് അടിക്കരുത് എന്ന് പറയുന്നത് ഹദീസിൽ. രണ്ടാൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അടി നടക്കുമ്പോഴോ നിങ്ങൾ ഒരാളെ മുഖത്ത് വെട്ടുകയോ അടിക്കുകയോ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖം അള്ളാഹുവിൻ്റെ മുഖവും നമ്മുടെ മുഖവും ഒരുപോലെയാണ്. ഇപ്പം നമ്മൾ അടിച്ചാലും അടി മൂപ്പരും കൊള്ളുന്നതാണ് എന്ന് പറയുന്ന ഹദീസാണ്. അപ്പോൾ നമ്മുടേതുപോലെയുള്ള മുഖം അള്ളാഹുവിനുണ്ട് എന്ന് പറയുന്ന ഹദീസുണ്ട്. ഒരു വലത്തെ കൈയും ഒരിടത്തെ കൈ എന്ന് പറയുന്ന, 2 വലത്തെ കൈ എന്ന് പറയുന്ന ഹദീസുകൾ ഉണ്ട്. ഇനി അള്ളാഹു തുണി ഉടുക്കും. ബുഖാരിയിലുള്ള ഹദീസാണ്. നോക്കൂ, നമ്മുടെ രക്ഷിതാവ് പരലോകത്ത് വെച്ച് തൻ്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കിപ്പിടിക്കും, സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴും. അപ്പോൾ മൂപ്പർക്ക് കണങ്കാലുണ്ട്, ലുങ്കിയും കൊടുത്തിട്ടുണ്ട്. ആ ലുങ്കി കൊണ്ട് പൊന്തിച്ചിട്ട് കണങ്കാലം മുൻകൂട്ടി വെക്കുമ്പോഴാണ് സാഷ്ടാംഗം പ്രണമിക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ഇനി അള്ളാഹുവിൻ്റെ വേറെ ഏർപ്പാട്, അള്ളാഹു എല്ലാ രാത്രിയുടെ 1/3 ശേഷിക്കുമ്പോൾ, നേരം വെളുക്കാനാവുമ്പോൾ 7-ാമത്തെ ആകാശത്ത് നിന്ന് 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ നേരം ഉറക്കമൊഴിച്ച് ആരൊക്കെയാണ് ഖുർആൻ ഓതുന്നത്, ആരൊക്കെയാണ് നിസ്കരിക്കുന്നത്, ആരൊക്കെയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, സുന്നത്ത് നിസ്കരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് മാർക്കിടാനാണ് മൂപ്പര് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഒരു തമാശ എന്താ വെച്ചാൽ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈ അള്ളാഹു ഇറങ്ങി വരുന്നതിനെക്കുറിച്ചും അള്ളാഹുവിന് കയ്യും കാലും ഉള്ളതിനെക്കുറിച്ചും ഇപ്പോൾ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഭയങ്കര തർക്കം നടക്കുക. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. 2 വീഡിയോ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. സൗണ്ട് വരുമോ? പരിഹസിക്കുന്നത് കേട്ടോളികൾ. വലത്തെ കയ്യിൽ 7 ആകാശവും ഇടത്തെ കയ്യിൽ 7 ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറ് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 7 ആകാശം വലത്തെ കയ്യിലും 7 ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഇങ്ങനെ, അള്ളാന്റെ ഒരു പാവട്ടോ. മുജാഹിദിന്റെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. വലത്തെ കയ്യിൽ 7 ആകാശവും
ഇടത്തെ കയ്യിൽ 7 ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറ് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 7 ആകാശം വലത്തെ കയ്യിലും 7 ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഇങ്ങനെ അള്ളാന്റെ ഒരു പാവട്ടോ. മുജാഹിദിന്റെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, കഴിഞ്ഞിട്ടില്ല. അള്ളാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആർക്കും വേണ്ടി നോക്കാം. 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എപ്പോ? അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ആകാശം ഭൂമി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ. നമ്മൾ അധിവസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദിന് അറിയില്ലെങ്കിലും സ്കൂൾ കുട്ടികൾക്ക് അറിയാം, അല്ലെ? ഈ ഭൂമി ഉരുണ്ടതാണ്. മുജാഹിദ് പറയുന്നത് അർദ്ധരാത്രിയായാൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ആർക്ക് അർദ്ധരാത്രിയാകുമ്പോ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാല് കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മുടെ മാത്രം അള്ളാഹു അല്ലല്ലോ, എല്ലാരെയും അള്ളാഹു ആണ്. അപ്പൊ എല്ലാരും അള്ളാഹു ആകുമ്പോ എല്ലാവർക്കും അർദ്ധരാത്രി ആകുമ്പോ അള്ളാഹു തആല ഇറങ്ങി വരേണ്ടി വരും. ഭൂമിയാണെങ്കിൽ ഉരുണ്ടതാണ്. ഉരുണ്ടതാകുമ്പോ ഒരു സ്വഭാവമുണ്ട്. നമുക്ക് അർദ്ധരാത്രി ആകുമ്പോ അപ്പുറത്ത് പച്ച പകലേക്കാണ്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സമയത്ത് പകലല്ലേ. ഇത് മുജാഹിദിന് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങലെന്നെ. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങലെന്നെ. പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല് നമുക്കറിയില്ല. മുജാഹിദ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ 1-ാം ആകാശം എന്നത് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയോ? എവിടെയുള്ളത് 1-ാം ആകാശം? വലത്തെ കയ്യില്. കാരണം 7 ആകാശം വലത്തെ കയ്യിലല്ലേ. ഈ വലത്തെ കയ്യിലുള്ള 1-ാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങി വരുന്നത്. ഈ ഇറക്കൽ എങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ, വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അള്ളാഹു ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാൻ. ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാൻ. എന്താണ് മുജാഹിദ് ഈ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കഥയില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പോഴും പഴയ മുജാഹിദ് ഇപ്പോഴും പറയുന്നു അല്ലാഹുവിന് കൈയുണ്ട്, അല്ലാഹു തആല ഇറങ്ങുന്നുണ്ട്, അള്ള കസേര മേലിരിക്കുന്നുണ്ട്. അതിലൊരുത്തം പറഞ്ഞ തൊഴിൽ വെക്കണമെങ്കിൽ മേലോട്ട് കൈ ഉയർത്തിയിട്ടല്ല അള്ളാഹിനോട് ദ്വാരക്കുന്നേ, അല്ലെങ്കിൽ ഇങ്ങനല്ലേ ദ്വാരക്കേണ്ടി വരിക? തെളിവ ഒന്ന് കേൾപ്പിച്ചു വെക്കാൻ മതി. ആകാശരാജൻ എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലാണ് എങ്ങനല്ലേ? ഇങ്ങനെ ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ, അള്ളാഹു ഉപരിലോകത്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഖുർആൻ പഠിപ്പിക്കുന്നത് അതിന്റെ തെളിവ് വേറൊരു കൈവെക്കുന്നു. ഇവർക്ക് പോകണം അക്രമമായി സാഹചര്യം അറിയില്ല. അങ്ങനെയുമായി ഏറ്റവും അടുത്തൊരു സുഹു ചെയ്യുമ്പോഴാണ് ഇയാൾ എന്താ പറയാ അവരുടെ പേരുപോലെയാണ് പറയുന്നത്. കാരണം അവയെ ഏറ്റവും അടുക്കുന്ന സുഹു ചെയ്യുന്നത് അവർ ആകാശം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളവരാണ്. അവരെ സ്ഥലത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ധാരാളം പാർട്ടിയാണ് കേട്ടോളിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? അവനുദ്ദേശിക്കുന്നത് പോലെ അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപയുടെ ലോകത്ത് നോക്കിയിട്ടോ താഴത്ത് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിരക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. സുന്നി മുജാഹിദ് തർക്കമാണിത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. സുന്നി പുരോഗമനവാദിയും മുജാഹിദ് കടുത്ത യാഥാസ്ഥികനുമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സുന്നി പറയുന്നത് കുറച്ചും കൂടെ ലോജിക്കലായിട്ട് മറ്റതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ സുന്നി പാരമ്പര്യം എന്ന് പറയുന്നത് കുറച്ച് യുക്തിചിന്തയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മുഅ്തസിലി പാരമ്പര്യത്തിൽ നിന്നും അതിൽ നിന്നുണ്ടായ സൂഫി പാരമ്പര്യത്തിൽ നിന്നൊക്കെ കുറച്ച് അംശങ്ങൾ ഉൾക്കൊണ്ടിട്ട് വന്നിട്ടുള്ള സാധനമാണ് സുന്നി.
പ്യൂരിറ്റി വാദവുമായിട്ട് റിവൈവലിസ്റ്റ് വാദവുമായിട്ട് 6-ാം നൂറ്റാണ്ടിൽ നബി എന്ത് പറഞ്ഞോ ഖുർആൻ എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് വന്ന സാധനമാണ് മുജാഹിദ്. പക്ഷേ മുജാഹിദുകൾ ഇവിടെ വന്ന് വിദ്യാഭ്യാസത്തിനും മറ്റും കുറച്ച് പ്രാമുഖ്യം കൊടുത്തപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ച് ഇവർ പുരോഗമനവാദികളും മറ്റവരാണ് യാഥാസ്ഥികരണം. പക്ഷെ സംഗതി അങ്ങനെ അല്ല എന്നുള്ളത് ഇപ്പം ഏകദേശം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഈ ഭാഗം കേട്ടാലും ഏകദേശം അതെല്ലാവർക്കും ബോധ്യമാവും. അപ്പൊ അള്ളാഹു ഇറങ്ങി വരുന്നതിന്റെ കാര്യം അപ്പൊ ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഒക്കെ മൂല്യർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഭൂമി ഉരുണ്ടതാണെങ്കിൽ അള്ളാഹ് ചുറ്റിയത് തന്നെ, അള്ളാഹ്ക്ക് കയറാൻ നേരം കിട്ടില്ല. കാരണം 3 യാമം കൊണ്ട് ഭൂമിക്ക് ചുറ്റും അള്ളാഹ് കടന്ന് കറങ്ങേണ്ടി വരും. പക്ഷെ എന്താ കുഴപ്പം? ഇത് പറഞ്ഞ കാലത്ത് ഭൂമി പരന്നതായിരുന്നു, അള്ളാന്റെ ഭൂമി പരന്നതായിരുന്നു. അവിടെയാണ് പ്രശ്നം. നമ്മളെ ഭൂമി ഉരുണ്ടപ്പോഴാണ് മൂല്യന്മാർക്കൊക്കെ ഈ ഹദീസും ഈ ആയത്തും ഒക്കെ ഒരു ഭൂമിയെ ഉരുട്ടിയപ്പോൾ അതിനനുസരിച്ച് ഹദീസ് ഉരുട്ടാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇടങ്ങേറ് മുഴുവൻ ഉണ്ടായത്. ആ ഇടങ്ങേറാണ് ഇപ്പോൾ അവർ തമ്മിൽ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. അള്ളാഹു ഇറങ്ങാൻ കാരണം വെച്ചാൽ അള്ളാഹു മുകളിൽ 7-ാമത്തെ ആകാശത്തിന്റെ മുകളിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സിംഹാസനത്തിന്റെ ഒക്കെ വിശദാംശങ്ങളുണ്ട്. 8 ഭുജങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞത്. കാരണം ആ കാലത്ത് പേർഷ്യൻ രാജ സിംഹാസനങ്ങൾക്കെല്ലാം 8 ഭുജങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേ 8 ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓരോ ഭുജവും താങ്ങിക്കൊണ്ട് ഓരോ മലക്ക് ഉണ്ട് എന്നാണ്. കാരണം മലക്ക് താങ്ങിയില്ലെങ്കിൽ സിംഹാസനം താഴേക്ക് വീഴും എന്നുള്ളതുകൊണ്ടാണ് താങ്ങി നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ അർസ് എന്ന് പറയുന്ന സിംഹാസനത്തെ താഴെ ഒരു കുർസുണ്ട്. അത് കാല് പൊന്തിച്ചു വെക്കാനുള്ളതാണ് അള്ളാഹ്ക്ക്. ഹദീസുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. അർസും കുർസും ഇതാണ് അർസ്. ആ മുകളിൽ കാണുന്ന കസേരയാണ് അർസ്. പരന്ന ഭൂമി, 7 ആകാശം, അതിന്റെ മുകളിൽ മലക്കുകൾ താങ്ങി ഇതാണ് പഴയ പ്രപഞ്ച സങ്കല്പം. ഇതാണ്. അപ്പൊ അവിടെ അള്ളാഹിന്റെ കാല് പൊന്തിച്ചു വെക്കാൻ ഒരു സ്റ്റൂളുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങളൊക്കെ അറിയാം, കുറച്ച് പ്രായമായവർക്കൊക്കെ അറിയാം, കാലിങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ നീര് വരും. അള്ളാഹ്ക്ക് കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയപ്പോൾ കാല് പൊന്തിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഈ കുർസ് ഉണ്ടാക്കിയവരോ അറസ് ഉണ്ടാക്കിയവരോ ആലോചിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കുർസി ഫുഡ് സ്റ്റൂൾ is the place of the 2 feet and the size of throne cannot be known. സിംഹാസനത്തിന്റെ വലിപ്പം അറിയില്ല, പക്ഷെ കുർസി കാലു വെക്കാനുള്ളതാണെന്ന് അറിയാം. കുർസി ഈസ് ദ പ്ലേസ് ഫോർ ദ 2 feet. ഇതെല്ലാം ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ കയ്യിൽ വിരൽ 5 എണ്ണമുണ്ട്. അള്ളാഹു ആകാശങ്ങളെല്ലാം തൻ്റെ ഒരു വിരലിന്മേലും ഭൂമികളെല്ലാം ഒരു വിരലിന്മേലും. ഭൂമികളെല്ലാം എന്ന് പറയാൻ കാരണം ഭൂമിക്ക് 7 തട്ടുണ്ട് കേട്ടോ. ഈ പരന്ന ഭൂമി 7 തട്ടുണ്ട്, ആകാശം പോലെ തന്നെയാണ്. ഓരോ തട്ട് ഓരോ വിരലുമ്മലെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 5-ാമതൊരു വിരലിന്മേൽ മറ്റ് സകല സൃഷ്ടികളെയും, അങ്ങനെ 5 വിരലുമ്മലായിട്ടാണ് ഒറ്റ കയ്യിൽ വലത്തെ കയ്യിൽ ഇതെല്ലാം കൂടെ താങ്ങി പിടിക്കുന്നത് എന്ന് പറയുന്ന ഹദീസുണ്ട്. പിന്നെ ആകാശമാണ് അന്ത്യപ്രളയ നാളിൽ ഭൂമി മുഴുവനും അവൻ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാവുന്നുണ്ട്. പണ്ടാണെങ്കിൽ ചുരുട്ടി പിടിക്കേണ്ട ആവശ്യമില്ല. ഈ പേപ്പറാകുമ്പോൾ പരന്ന ഭൂമിയാകുമ്പോൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാവുള്ളൂ കയ്യിൽ. അപ്പോൾ പരന്നാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. ഇനി അള്ളാഹ്ക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഖുർആനിൽ പറഞ്ഞ മൂപ്പർക്ക് പെണ്ണുങ്ങളില്ല. ഖുർആൻ പറയണ, ഞാൻ പറയണതല്ല, 6-100 അപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ട അത്യാവശ്യ സാമഗ്രികൾ അതും മൂപ്പർക്ക് ഉണ്ടെന്നുള്ളത് ഇതിന് വ്യക്തമാണ്. പക്ഷെ ഉണ്ടാക്കാൻ വേണ്ട പെണ്ണുങ്ങൾ കിട്ടാത്തതാണ് പ്രശ്നം എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇനി അഥവാ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യം ഒരു തർക്കം വന്നപ്പോഴേ അള്ളാഹ് പറയുന്നത് നോക്കി, നിങ്ങൾക്ക് പെൺകുട്ടികളും അല്ല നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളും എനിക്ക് പെൺകുട്ടികളോ, അതൊരു വല്ലാത്ത ഉയക്കലാണല്ലോ എന്ന് പറഞ്ഞു. ലാത്ത ഉസ്സ മനാത്ത എന്ന ദൈവങ്ങളെ കുറിച്ച് അവ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് അറബിയിൽ വിശ്വസിച്ചിരുന്നു. പാഗൻ അറബികളുടെ വിശ്വാസമായിരുന്നു. അപ്പോ ആ വിശ്വാസത്തിനെതിരെ അള്ളാഹുവിന് മക്കളില്ലേ എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹു വലിയ മാനക്കേടായി കാണുന്നത് അള്ളാഹിന്റെ മക്കൾ പെൺമക്കളായി പോയി എന്നുള്ളതാണ്. എന്താ കാരണം? അന്നത്തെ ഖുറൈശികൾക്കും അന്നത്തെ അറബികൾക്കും പെൺമക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപമാനമായിട്ട് തോന്നിയിരുന്നു. ആൺമക്കൾ വലിയൊരു സമ്പത്തും പെൺമക്കളൊരു ബാധ്യതയും എന്നുള്ള ചിന്ത അന്നേ ഉണ്ട്. അപ്പൊ അള്ളാഹ്ക്കും അതേ ചിന്ത നോക്കി, നിങ്ങൾ പെൺമക്കൾ, എനിക്ക് പെൺമക്കളും നിങ്ങൾക്ക് ആൺകുട്ടികളും, അത് വല്ലാത്തൊരു ഒരിക്കൽ തന്നെയാണെന്നാണ് അള്ളാഹ് നമ്മളോട് ദേഷ്യപ്പിടിച്ച് പറയുന്നത്. അപ്പോൾ പെൺമക്കൾ ഉണ്ടാകുന്നത് നാണക്കേടാണ്, മാനക്കേടാണ് എന്ന് പോലും ചിന്തിക്കുന്ന ഒരു ദൈവമാണ് അള്ളാഹു. ഇനി അള്ളാഹുവിന്റെ ബാക്കി, ഇപ്പൊ നമ്മൾ അള്ളാഹിന്റെ ചേലാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അള്ളാഹിന്റെ കോലവും അള്ളാഹിന്റെ സ്വഭാവവും പറയാൻ പോവാണ്.
അള്ളാഹുവിന് ആരാധന കിട്ടാഞ്ഞാൽ ഉറക്കം വരില്ല. അത് മിക്ക ദൈവങ്ങളുടെ തീസ്റ്റ് ദൈവങ്ങൾക്കൊക്കെ ഉള്ള ഒരു പൊതു സ്വഭാവമാണ്. ആരാധന കിട്ടിയില്ലെങ്കിൽ ഇരിക്കപ്പുറത്തില്ല. ഏതു നേരം ഇങ്ങനെ മൂപ്പരെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടും വണങ്ങിക്കൊണ്ടും നിസ്കരിച്ചുകൊണ്ടും എന്നെയാണ് വലിയ ആൾ, എന്നെയാണ് വലിയ ആൾ, എന്നെക്കാട്ടും വലിയ ആൾ വേറെ അല്ല. ഇന്ന് കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. മൂപ്പര അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ രോമാഞ്ചപുളകിതനായിട്ട് ആസ്വദിക്കുന്ന ഒരു സ്വഭാവം എല്ലാ തീസ്റ്റ് ദൈവങ്ങൾക്കും ഉണ്ട്, അള്ളാഹ്ക്കും നല്ലോണം ഉണ്ട്. കാരണം അള്ളാഹുവിനോളം അസൂയുള്ള വേറൊരാളും ഇല്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിന് അസൂയ വേറെ, അള്ളാഹുവിനോളം സ്തുതി ഇഷ്ടപ്പെടുന്ന വേറൊരാളും ലോകത്ത് എവിടെ ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് വേറെ ഉണ്ട്. അള്ളാഹുവിനോളം സ്തുതി ഇഷ്ടപ്പെടുന്ന വേറൊരാളില്ല എന്നും അതുകൊണ്ടാണ് അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്നത് എന്നും പറയുന്ന ഹദീസുകൾ വേറെയുണ്ട്. അള്ളാഹു സ്വയം സ്തുതിക്കുന്നതാണ്. ഈ അധ്യായത്തിന്റെ ആദ്യ വാക്യം എന്താണ്? ആദ്യത്തെ വാക്യത്തിൽ തൻ്റെ ദാസന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി. ഇതാരുടെ വചനമാണ്? അള്ളാഹുവിന്റെ വചനമാണ്. നിങ്ങൾ ഇങ്ങനെ സ്തുതിക്കുക എന്ന് വേറൊരു ക്ലോസ് വെച്ചിട്ടല്ല ഇത് പറയുന്നത്. നേരിട്ട് അള്ളാഹുവിനെ സ്തുതിക്കണം. ഇത് ഒരു സ്ഥലത്തല്ല, ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ സ്തുതിക്കാനുള്ള കാരണം അള്ളാഹുവിനോളം സ്തുതി ഇഷ്ടപ്പെടുന്ന ഒരാൾ വേറെ ഇല്ല. അതുകൊണ്ടാണ് മൂപ്പരെ തന്നെ സ്തുതിക്കുന്നത് എന്ന് പറയുന്നത്. ഇബ്നു മസ്ഊദ് പറയുന്നു, അള്ളാഹുവിനേക്കാൾ ധാർമ്മിക രോഷം മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് പ്രത്യക്ഷവും പരോക്ഷമായ മ്ലേച്ഛവൃത്തികളെ അവൻ വിരോധിച്ചത്. സ്തുതി ഇഷ്ടപ്പെടുന്നവനും അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് അവൻ സ്വയം സ്തുതിച്ചത് എന്നാണ്. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധന എന്ന് പറയുന്നത് നരബലിയാണ്. പിന്നെ അത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് മൃഗബലിയായിട്ടൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് തന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ വലിയ പെരുന്നാളിന് മനുഷ്യനെ ഇറക്കുന്നതിന് പകരം പോത്തിനെ ഇറക്കുന്നത്. കാരണം അബ്രഹാമിന്റെ കഥ നമ്മളോട് പറയുന്നത് ഈ ദൈവം ഏറ്റവും അധികം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നരബലിയാണ്. അതും വെറും നരബലിയല്ല, സ്വന്തം പുത്രനെ ബലി നൽകാനാണ് ഈ ദൈവം ആവശ്യപ്പെട്ടത്. അവസാനം ഒരു നെഗോസിയേഷന്റെ ഭാഗമായിട്ട് എന്നാ പിന്നെ വലിയ അടങ്ങാറാണെങ്കിൽ ഒരു ആടിനർത്താലും മതി എന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ടാണ് കഥ. ദ റാത്ത് ഓഫ് ഗോഡ് എല്ലായിടത്തും പറയുന്നു. അള്ളാഹുവിന്റെ കോപം ഭയങ്കര കോപിയാണ്, മുൻകോപിയ അല്ലെങ്കിൽ ഭയങ്കര കോപമാണുള്ളത്. എപ്പോഴാണ് ഒരാൾക്ക് കോപം വരിക? എൻ്റെ കാര്യം എനിക്ക് അറിയാം. ഞാൻ ഉദ്ദേശിച്ചമാതിരി കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. നിങ്ങളെ കാര്യം അങ്ങനെ തന്നെ വരും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ദേഷ്യം വരും. ചിലപ്പോൾ ജീവനില്ലാത്ത സാധനങ്ങളോട് പോലും ദേഷ്യം വരും. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ പാൻ്റ് എവിടെയെങ്കിലും കൊളുത്തിയാൽ ഞാൻ ആ കുളത്തിനോട് ദേഷ്യം വരും. ഒന്ന് ദേഷ്യപ്പെട്ട് പിന്നെ സമാധാനം. പക്ഷെ ഈ ദേഷ്യം വരുന്നത്, കോപമുണ്ടാകുന്നത്, ഇത്തരം വികാരങ്ങൾ, ചപല വികാരങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഒരു അപൂർണതയും പരിമിതിയുമാണ്. അതേ പരിമിതിയുള്ള ആളാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിന് വല്ലാണ്ട കോപം വരുന്നു. അള്ളാഹു ശപിക്കുകയും അവരോട് അവൻ കോപിക്കുകയും ചെയ്തു. ഏതു വിഭാഗത്തിൽപ്പെട്ടവരെ അള്ളാഹു കുരങ്ങുകളും പന്നികളുമാക്കി തീർത്തുവോ, ഏതൊരു വിഭാഗം ദുർമൂർത്തികളെ ആരാധിച്ചുവോ അവരത്ര ഏറ്റവും മോശമായി. ദേഷ്യം കൊണ്ട് കുറെ മനുഷ്യന്മാരെ പന്നികളാക്കിയിട്ടുണ്ട്, കുറെ മനുഷ്യന്മാരെ കൊരങ്ങന്മാരാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയവരെ മുഴുവൻ കൊരങ്ങന്മാരാക്കിയെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അത് ബൈബിളിന്റെ ഒരു കഥയാണ്. ഈലാത്ത് എന്ന് പറഞ്ഞ സ്ഥലം, ഇസ്രായേലിൽ പോയപ്പോൾ ഞങ്ങൾ പോയി. ഈലാത്ത് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഈ ശനിയാഴ്ച സബ്ബത്ത് ദിവസമാണ്. അന്ന് ഒരു പണിയെടുക്കാൻ പാടില്ല എന്നാണ് ജൂതരുടെ വിശ്വാസം. അന്ന് കഴിയുന്തോറൊന്നും വെക്കില്ല, തലേന്ന് വെച്ചിട്ട് കഴിക്കുള്ളൂ, വേറെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ അള്ളാഹു എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവര് മീൻ പിടിക്കാൻ ശനിയാഴ്ച അല്ലാത്ത ദിവസം ഒന്നും മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒറ്റ മീനും ഉണ്ടാവില്ല. ശനിയാഴ്ച നേരം വെളുത്താൽ മീനുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ പുളക്കാൻ തുടങ്ങും. പ്രലോഭനം. ആ പ്രലോഭനത്തിൽ കുടുങ്ങിയിട്ട് കുറെ ആൾക്കാർ പോയിട്ട് ശനിയാഴ്ച മീൻ പിടിച്ചാൽ
ശബ്ദത്തിന് പോകാതെ മീൻ പിടിക്കുക, ഓരോ മുഴുവൻ കുരങ്ങന്മാരാക്കി എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ ദേഷ്യത്തിൻ്റെ ഒരു ഊക്ക് നോക്കണം നിങ്ങൾ. മനുഷ്യനെ കുരങ്ങാക്കാനും പന്നിയാക്കാനും വരെയുള്ള ദേഷ്യം അള്ളാഹ്ക്കുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഇറങ്ങിയ മല ഉണ്ടല്ലോ, അവിടെ നടന്ന വേറെ സംഭവങ്ങളുണ്ട്. മൂസാ നബി ആ മലയിലേക്ക് പോയിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി വന്നത്. മൂപ്പര് തൗറാത്തും കൊണ്ട് വന്നപ്പോഴേക്കിന് മൂപ്പര് അനുജൻ ഹാറൂനും മറ്റ് വിശ്വാസികളും അവിടെ വെയിറ്റ് ചെയ്യണം. ക്ഷമയില്ലാതെ ഹാറൂനും വിശ്വാസികളും കൂടെ ഒരു കാളക്കുട്ടീനെ ഉണ്ടാക്കി, സ്വർണം കൊണ്ട് ഒരു കാളക്കുട്ടീനെ ഉണ്ടാക്കി ഓൽ ആരാധന തുടങ്ങി. കാരണം ഓൽക്ക് ആരാധിക്കാതെ ഒരിക്കും നിൽക്കക്കള്ളില്ല, അല്ല ഇരിക്കപ്പുറത്തില്ല, ഓരാരാധിച്ചു. അങ്ങനെ മൂസാ നബി തൗറാത്തും കൊണ്ട് വരുമ്പോൾ അവിടെ കാളക്കുട്ടീനെ ആരാധിച്ചുകൊണ്ട് നിൽക്കണം. അതിൽ തൗറാത്തൊക്കെ വലിച്ച് എറിഞ്ഞ് പൊട്ടിച്ച്, കല്ലുമല എഴുതിയ പോലെ എറിഞ്ഞ് പൊട്ടിച്ച് മൂസാ നബി ദേഷ്യം പിടിച്ച്, അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ച്. അങ്ങനെ ഈ മഹാഭാവത്തിന് പരിഹാരമായി അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ? നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുവിൻ. 3000 പേരെ കൊന്നു. ആരെയാണ് കൊന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട്, ഞാൻ കാളനെ ആരാധിക്കാത്ത ആളാണെങ്കിൽ എൻ്റെ വീട്ടിൽ ആരാധിച്ചവരെ മുഴുവൻ ഞാൻ കൊല്ലും. അങ്ങനെ കാളനെ ആരാധിക്കാൻ കൂടിയ 3000 പേരെ അവരുടെ സ്വന്തക്കാർ തന്നെ കൊല ചെയ്തു എന്നുള്ള കഥയാണ് ബൈബിളിൽ പറയുന്നത്. ആ കഥ തന്നെയാണ് ഖുർആനിലും ഹദീസിലും ആവർത്തിക്കുന്നത്. കാളക്കുട്ടിനെ ആരാധിച്ചപ്പോഴേക്കും കൂട്ടക്കൊല നടത്താനുള്ള വിധി പറയണമെങ്കിൽ അങ്ങേരുടെ ഒരു ദേഷ്യത്ര മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതിനുള്ളത് ആലോചിച്ചു. അള്ളാഹു ഏത് പാപവും പൊറുക്കും, പക്ഷെ വേറെ പടച്ചോനെ ആരാധിക്കുന്ന സിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ കാളക്കുട്ടി എന്നല്ല, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വയലുണ്ടല്ലോ, നമ്മളെ മറ്റേ ഇപ്പം നേരത്തെ കണ്ട ബാലുശ്ശേരിയുടെ എന്താ പറയുന്നത്, ഗുരുവായൂരപ്പോ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഓൻ എത്ര വലിയ മഹാത്മാഗാന്ധിയോ മദർ തെരേസോ എത്ര വലിയ പുണ്യം മാത്രം ചെയ്തവനായാലും ശരി നരകത്തിലാണ്, ഒരു സംശയമില്ല എന്നാണ്. കാരണം അള്ളാഹ്ക്ക് ഇപ്പം നിങ്ങൾ പെണ്ണുപിടിക്കുക അല്ലെങ്കിൽ കള്ളു പിടിക്കുക, കൊല്ലുക അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുക, കക്ക്, ഇതൊന്നും ഒരു പ്രശ്നമില്ല. മൂപ്പര് കുറച്ച് ദിവസമൊക്കെ നരകത്തിലൊന്ന് കണ്ടം കാട്ടിയിട്ട് മൂപ്പര് സ്വർഗത്തിൽ കയറ്റും. പക്ഷേ വേറെ പടച്ചവനെ ആരാധിച്ചോ ഓനെങ്കിൽ ഏത് മഹാത്മാഗാന്ധിയായിട്ടും കാര്യമില്ല, കാലാകാലം നരകത്തിലായിരിക്കും എന്നതാണ് ഇസ്ലാമിലെ സിർക്ക് തൗഹീദ് സിദ്ധാന്തം. അതിന് ഈ ബാലുശ്ശേരി മൂല്യരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പഠിച്ച മതം വിളിച്ചു പറയണം. അയാൾക്കിത് ഇന്ത്യയാണോ, ഇവിടെ ബഹുസ്വരത ഉണ്ടോ, അല്ലെങ്കിൽ ഭൂരിപക്ഷം മറ്റുള്ളവരാണോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അയാൾ കിതാബിൽ പഠിച്ചത് അയാൾ വയലു പറയുന്നു, അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മതം അതാണ് പഠിപ്പിക്കുന്നത്, അത് അയാൾ വിളിച്ചു പറയുന്നേ ഉള്ളൂ. ആരാധിക്കുന്ന ഗുരുവായൂരപ്പനെ പിടിച്ച് നരകത്തിലിടും. മൂപ്പരൊക്കെ നരകത്തിലാണ്. കാരണം നിങ്ങൾ ആരെയൊക്കെ ആരാധിച്ചോ ദൈവമായിട്ട് ഓരെയൊക്കെ പിടിച്ച് നരകത്തിലിടും എന്നാണ് പറയുന്നത്. അപ്പൊ ചിലർ ചോദിച്ചപ്പോൾ ഈസാ നബീനെ നരകത്തിലിടുമോ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈസാ നബീനെ ദൈവമായിട്ട് മറ്റവർ ആരാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് കുറച്ച് ഇളവ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഈസാ നബി അറിഞ്ഞിട്ടല്ല മറ്റവർ സിർക്കൈക്കണം എന്നുള്ള രീതിയിൽ ഇളവ് കൊടുത്തതിൻ്റെയൊക്കെ വേറെ വിശദീകരണങ്ങൾ വേറെ ഉണ്ട്. ഇനി ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായാലുള്ള കുഴപ്പം ഖുർആനിൽ പറഞ്ഞു ഓല് തല്ലുപിടിക്കളെന്നാണ്. ഇത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായ ദൈവങ്ങൾ ആരാ പറയുന്നത്? ദൈവം പറയാണ് ഞങ്ങൾ തല്ലുപിടിക്കളെന്നാണ്. അപ്പൊ എന്താ മൂപ്പരുടെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. പൂർവ്വന്റെ നിലപാടാ. ഒരു കോഴിക്ക് വേറെ കോഴിയെ കണ്ട കൊത്തണ മാതിരി ദൈവം വേറെ ദൈവത്തിനെ കാണുമ്പോഴേക്ക് ഞങ്ങൾ തല്ലുപിടിക്കാരെന്ന് മൂപ്പർ തന്നെ പറയുന്നത്. വേറെ ആരെങ്കിലും പറയാൻ വെച്ചാൽ ഇവരെക്കേട്ടും വെക്കാം. സ്വയം വിളിച്ചു പറയാണ് ദൈവം. തന്തയില്ലാത്തവൻ എന്നൊരു മനുഷ്യന് തെറി വിളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ തെറി നിഘണ്ടുവിൽ, ലോകത്തെല്ലായിടത്തുമുള്ള തെറി നിഘണ്ടുവിൽ ഏറ്റവും കട്ടിയുള്ള തെറിയാണ് ബാസ്റ്റാർഡ് എന്നുള്ള പ്രയോഗം. സനീം എന്നാണ്. ഉത്തുല്യം ബാലിക സനീം എന്ന് ഒരു മനുഷ്യനെ കുറിച്ചാണ് ഖുർആനിൽ പറയുന്നത്. അള്ളാഹു ചീത്ത പറയണം. ഏതാ മനുഷ്യൻ? വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമാണി ഉണ്ടായിരുന്നു. അയാള് വലിയൊരു പ്രമാണിയൊക്കെ ആയിരുന്നു. അയാൾ ഇസ്ലാമിലേക്ക് വരുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ലംഘിച്ചുകൊണ്ട് അയാൾ പിന്നെയും ഈ മുഹമ്മദിന്റെ സിദ്ധാന്തങ്ങളെയൊക്കെ കളിയാക്കുകയും എതിര് പറയുകയൊക്കെ ചെയ്തപ്പോൾ അയാളോടുള്ള ദേഷ്യം സഹിക്കുക വയ്യ. എന്നിട്ട് തന്തക്ക് വിളിച്ചളഞ്ഞു അള്ളാഹു. പയ്യേരം പറയുന്ന ദൈവം. എൻ്റെ അമ്മ നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് തത്ത ചീട്ടെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ടൊന്ന് വായിച്ചു നോക്ക്. ഒരു 10 പയ്യേരം കയ്യിൽ കാണാം. ഖുർആൻ തൊട്ടക്കം മുതൽ ഒടുക്കം വരെ പയ്യാരം പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്താ പയ്യാരം പറയുന്നത്?
പറയുന്ന നിങ്ങൾ എന്നെ ആരാധിക്കണില്ല, നിങ്ങൾ വേറെ പഠിച്ചന്മാരെ പിന്നാലെ പോകുന്നു, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണില്ല, ഞങ്ങൾക്ക് ഞാൻ അങ്ങനെ തന്നില്ലേ ഇങ്ങനെ തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഒരു പയ്യാരം പറച്ചിൽ മാത്രമേ ഉള്ളൂ. സർവശക്തനാണ് പഠിച്ചോൻ. കുൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാവും, വേറൊരു കുൻ പറഞ്ഞാൽ പ്രപഞ്ചം സ്വാഹായി പോകും. അത്രയും ശക്തിയുള്ള ഒരു പടച്ചോൻ നേരം വെച്ച് വൈകുന്നേരമാവോളം പയ്യാരം പറയാം. അതിന്റെ വൈരുദ്ധ്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. ഒരു പയ്യാരം ഞാനതിൽ എടുത്തു, ഒന്നല്ല ഖുർആൻ മുഴുവൻ അതേ ഉള്ളൂ. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞു, തത്തമ്മ ചീട്ടെടുക്കും പോലെ നിങ്ങൾ ഒരു പേജ് എടുത്ത് വായിച്ചു നോക്കി. ഇതുപോലെ നമ്മളെ ചീത്ത പറയുകയും അതായത് ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ടത്തെ ചില തറവാട്ട് കാരണന്മാരുണ്ടല്ലോ, ഒന്നിനും സ്വയം കഴിവില്ലാതായിട്ടുണ്ടാവും. പിന്നെ മക്കളോ പേരമക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ ആരും ഇയാൾ പറഞ്ഞു വിട്ട് അനുസരിക്കില്ല. ആ വരാന്തയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുറുപുറുത്ത് നേരം വെളുത്ത് വൈകുന്നേരമോളം മക്കളെക്കുറിച്ച് പയ്യാരം പറയുന്ന പുറുപുറുക്കുന്ന ഒരു പഴയ വയസ്സ്, അതേ നിലവാരമാണ് ഖുർആൻ എഴുതിയ ദൈവത്തിനുള്ളത്. എന്താ കാരണം? 13 വർഷക്കാലം മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഈ തൗഹീദ് സിദ്ധാന്തം പറ്റുന്ന 18 അടവും പയറ്റി നോക്കിയിട്ടും ഒരാളെയും കിട്ടിയില്ല. സ്വന്തം മൂത്താപ്പ, സംരക്ഷകനായ മൂത്താപ്പ പോലും വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിലുള്ള നിരാശയാണ് ഈ പുറത്തേക്ക് വരുന്നത്. മുഹമ്മദിന്റെ നിരാശയാണ് മുഹമ്മദിന്റെ ദൈവത്തിനെ ഈ കോലത്തിലാക്കിയത്. അതുകൊണ്ടാണ് ഖുർആൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും പയ്യാരം പറഞ്ഞു. കടലിൽ പോകുമ്പോൾ ഇന്ന വിളിക്കും, കടലിൽ പോകുമ്പോൾ ഇന്ന വിളിക്കും, കാരണം ഞാൻ ആകാശത്താണല്ലോ. എന്നിട്ട് പിന്നെ കരയിൽ എത്തിയുള്ള അപ്പോൾ വേറെ ദൈവങ്ങളെ പിന്നാലെ പോകും. ഒരു പയ്യരാണ്. കാരണം അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഈ മുശ്രിക്കുകളുടെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം തന്നെയാണ്. അള്ളാഹു മുഹമ്മദ് നബി കൊണ്ടുവന്ന പുതിയ ദൈവമല്ല. മക്കയിലെ പാഗൻ അറബികളുടെ നൂറുകണക്കിന് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമായി അള്ളാഹു അവിടെ ഉണ്ടായിരുന്നു. ആകാശത്തുള്ള ദൈവം എന്നാണ് അള്ളാഹുവിനെ അറബികൾ വിചാരിച്ചിരുന്നത്. മൂൺ ഗോഡസ് എന്ന് പറയുന്ന പെൺ ദൈവമായിരുന്നു എന്ന് ചില അഭിപ്രായങ്ങൾ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അറബികളുടെ പാഗൻ അറബികളുടെ മൂൺ ഗോഡസ് ആയിരുന്നു അള്ളാഹു എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ആണായിരുന്നു പെണ്ണായിരുന്നു ഉള്ള അഭിപ്രായമുണ്ട്. എന്തായാലും ആകാശത്തുണ്ടായിരുന്ന ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമില്ല. അതുകൊണ്ടാണ് കടലിൽ പോകുന്ന സമയത്ത് അവർ അള്ളാഹുവേ എന്ന് മേലോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയും കരയിലെത്തിയവർ ലാത്തേന്റെ മനാത്തേന്റെ പിന്നാലെ പോവുകയും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ്. അതിനെയാണ് ഇവിടെ ചിത പറയുന്നത്. കടലിലൂടെ ഇങ്ങനെ പോകുമ്പോ ഈ കപ്പലൊക്കെ ദൃഷ്ടാന്താണ്. ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷം, അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ കാറ്റിനെ അടക്കി നിർത്തും. അപ്പ കാണാം അവ കടൽ പരപ്പിൽ നിശ്ചലമായി നിന്നു പോകും. അള്ളാന്റെ കപ്പല് കാറ്റ് ഞാനാണ് നിർത്തിയ അപ്പങ്ങളെ കപ്പൽ അവിടെ നിൽക്കുന്നതാണ് അള്ള പറയുന്നത്. ഇത് പണ്ടുള്ളവരോട് പണ്ടത്തെ അള്ള പറഞ്ഞാണ് കേട്ടോ. നമുക്കിപ്പോ കാറ്റൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആ കപ്പലെ ഞാൻ തകർത്ത് കളയും. അങ്ങനെ പണ്ട് കാറ്റത്തൊക്കെ വലിയ കാറ്റുണ്ടായി ആ കപ്പൽ തകർന്നു പോയിരുന്നു. കാറ്റ് തീരെ ഇല്ലെങ്കിൽ കപ്പൽ നിന്നു പോയിരുന്നു. ആ കാലത്ത് അള്ള പറഞ്ഞതാണ്. പുതിയ കപ്പലിനെ പറ്റിയൊന്നും അള്ളാഹ്ക്ക് ഒരു വിവരവും ഇല്ല. അള്ള മറ്റു വാഹനങ്ങളെ കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അള്ള വിമാനത്തിനെ കുറിച്ചോ ജീപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ബൈക്കിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. അള്ള പറയുന്നത് കഴുതേനെ പറ്റിയും കുതിരേനെ പറ്റിയും ഒട്ടകത്തിനെ പറ്റിയാണ്. വാഹനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കോമർ കഴുതകളെയും അവയെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കുവാനും അലങ്കാരത്തിന് വേണ്ടിയും നിങ്ങൾക്കറിവില്ലാത്തതും അവൻ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഞാൻ വാഹനമായി ഈ സാധനങ്ങളൊക്കെ തന്നു എന്നാണ്. ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കുട്ടികളോട് 3ാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞാൽ തന്നെ കുട്ടികൾ ചിരിക്കും. കാരണം അതുകൊണ്ടാണ് ഇവർ ഖുർആൻ വല്ലാതെ പഠിപ്പിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നത്. കുതിരേനെ വലിയ ഇഷ്ടമായിരുന്നു അള്ളാഹ്ക്ക്. കാരണം മുഹമ്മദിന് വലിയ ഇഷ്ടമായിരുന്നു കുതിരേനെ. ഇത് മക്കയിൽ ഇറങ്ങിയ ഒരു സൂറത്താണ്. ആദിയാത്ത് എന്ന് പറയുന്ന സൂറത്തിൽ കിതച്ചുകൊണ്ട് പൊട്ടിക്കാറിച്ചുകൊണ്ട് ഓടി വരുന്ന ശത്രുക്കളിലേക്ക് കിതച്ചു വന്ന് യുദ്ധം ചെയ്യുന്ന ഈ കുതിരകളെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരു കവിത ഖുർആനിൽ കാണാം. അപ്പോൾ പണ്ടേ ഈ യുദ്ധത്തിന് കുതിരകൾ പൊടിപാറിച്ച് വരുന്ന കാര്യമൊക്കെ മുഹമ്മദിന്റെ മനസ്സിൽ മക്കയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. മുഹമ്മദ് കുതിരയെക്കുറിച്ച് പലതും പറഞ്ഞ പല ഹദീസുകളുണ്ട്. ഏറ്റവും പുണ്യവും നന്മയും കൊണ്ടുവരുന്ന ജീവിയാണ് കുതിര. കാരണം ഇഷ്ടംപോലെ ഗനീമത്തും കൊണ്ടുവരും, നമ്മൾ ഇഷ്ടംപോലെ പലതും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് കുതിരയെ പുകഴ്ത്തുന്ന കുറേ ഹദീസുകളുണ്ട്. ആ കുതിരയെ പുകഴ്ത്തുന്ന ഒരു ഖുർആൻ സൂറത്ത് തന്നെയാണ് ഈ ആദിയാത്ത് എന്ന് പറയുന്ന സൂറത്ത്.
കഴുതേനെ മുഹമ്മദിന് തീരെ ഇഷ്ടമല്ലായിരുന്നില്ല. കഴുതേന്റെ ശബ്ദം, കഴുതേനെ ഇഷ്ടമായിരുന്നു, പക്ഷെ കഴുതേന്റെ ശബ്ദം മുഹമ്മദിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹ്ക്കും കഴുതേന്റെ ശബ്ദം തീരെ ഇഷ്ടമല്ലായിരുന്നു. അള്ളാഹ് കഴുതേന്റെ ശബ്ദത്തിനെ കുറ്റം പറയുന്നുണ്ട്. ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളക്കാകുന്നത് കഴുതയുടെ ശബ്ദമാണ്. ആരാ പറയുന്നത്? കഴുതേനുണ്ടാക്കിയ അള്ളാഹ് പറയാം. മനുഷ്യരോട് ദേഷ്യം പിടിക്കുമ്പോൾ അള്ളാഹ് വിറളി പിടിച്ച കഴുതകൾ എന്ന് തെറി വിളിച്ചിട്ടുണ്ട്. നേരത്തെ തന്തക്ക് വിളിച്ച പോലെ തന്നെ വിറളി പിടിച്ച കഴുതകൾ എന്ന് വിളിച്ചിട്ടുണ്ട്. അള്ളാഹ് മനുഷ്യന്മാരോട് യുദ്ധം ചെയ്യുന്നുണ്ട് ഖുർആനിൽ. നേരിട്ടും മലക്കളെ കൂട്ടിയിട്ടും വന്നിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് അള്ളാഹ് പറയാണ്. ഇത് ബദർ യുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല. യുദ്ധത്തിൽ കുറെ ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ അള്ളാഹ് പറയാണ്, നിങ്ങളല്ല അവരെ കൊലപ്പെടുത്തിയത്, അള്ളാഹുവാണ് കൊലപ്പെടുത്തിയത്. നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, പക്ഷെ അള്ളാഹുവാണ് എറിഞ്ഞത്. തന്റെ ഭാഗത്തു നിന്ന് ഗുണകരമായ അള്ളാഹു എല്ലാം കേൾക്കും. അപ്പൊ യുദ്ധത്തിൽ രണ്ട് കൂട്ടർ തമ്മിൽ, മനുഷ്യന്മാർ തമ്മിൽ, രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു കൂട്ടർ വേറെ കൂട്ടരെ വെട്ടിയിടുമ്പോൾ അള്ളാഹ് വന്നിട്ട് പറയാണ്, വെട്ടിയത് നിങ്ങളാണെന്ന് വിചാരിക്കേണ്ട, വെട്ടിയത് ഞാനാണെന്ന്. ഒരു സൃഷ്ടാവ്, പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവം സ്വന്തം സൃഷ്ടികളായ നിസ്സാര ജീവികള് തമ്മിൽ വെട്ടും കുത്തും കൂടുന്നിടത്ത് വന്നിട്ട് വെട്ടാനും കുത്താനും കൂടി കൊടുക്കുക. ഒരു ദൈവത്തിന്റെ നിലവാരമാണ് ഞാനിതിലൂടെ സൂചിപ്പിക്കുന്നത്. വേറൊരു സന്ദർഭത്തിൽ, യുദ്ധത്തിന്റെ തന്നെ സന്ദർഭത്തിൽ മൂപ്പര് പറയാണ്, സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭീതി, ടെറർ ഇട്ട് കൊടുക്കും, ആ തഞ്ചം നോക്കി നിങ്ങൾ വെട്ടിക്കോ കഴുത്തിന്. എന്താ സന്ദർഭം? ഇത് ബദർ യുദ്ധ സന്ദർഭം തന്നെയാണ്. എന്തിനാ ബദർ യുദ്ധം നടന്നത്? 13 വർഷക്കാലം തൗഹീദിന്റെ സൂറത്തുകളും തൗഹീദിന്റെ അധ്യായങ്ങളും ഭംഗിയായ കാവ്യാത്മകമായിട്ടുള്ള അധ്യായങ്ങൾ മുഴുവൻ ഇറങ്ങിയ 13 വർഷത്തെ മക്ക ജീവിതകാലത്ത് 13 സ്വതന്ത്ര വ്യക്തികളെ പോലും കിട്ടിയില്ല. അങ്ങനെ അവിടുന്ന് നിരാശനായി പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയും മദീനയിൽ വന്നിട്ട് മദീനക്കാരെയും കൂട്ടിയിട്ട് ഈ മക്കക്കാരുടെ നേരെ, അവരുടെ കച്ചവട സംഘങ്ങൾക്ക് നേരെ അക്രമത്തിനും യുദ്ധത്തിനും പുറപ്പെടുകയും കൊള്ളയ്ക്ക് പുറപ്പെടുകയും ചെയ്ത് ആ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പറയുന്നത്, അവരുടെ മനസ്സുകളിലേക്ക് ഞാൻ ഭയം വിട്ടുകൊടുക്കും, ആ തഞ്ചം നോക്കി നിങ്ങൾ അവിടെ കഴുത്തിന് വെട്ടിക്കോ. വിനീതമായ ഒരു ചോദ്യം, ഒരു യുക്തിവാദി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചോദ്യം അള്ളാഹിനോട് ചോദിക്കാനുള്ളത്, സർവശക്തനായ അള്ളാഹുവേ, ആ പാവം മനുഷ്യരുടെ മനസ്സിലേക്ക് ലേശ ഈമാൻ ഇട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരു സമാധാനത്തിന്റെ മതമായി ഈ മതം മാറുമായിരുന്നില്ല. ആ മനുഷ്യരുടെ മനസ്സിലേക്ക് ഭയം ഇട്ടുകൊടുത്തിട്ട് ഈ മറ്റേ മനുഷ്യരെ കൊണ്ട് കഴുത്ത് വെട്ടിക്കാണ് ദൈവമെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദി ആരാണ്? ഈ മതം ഭീകരവാദമായതിന്റെ ഉത്തരവാദി ആരാണ്? സർവശക്തനായ ദൈവം ആ മനുഷ്യരുടെ മനസ്സിലേക്ക് ലേശ ഈമാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ യുദ്ധങ്ങൾ ഒഴിവാക്കിയിട്ട്, ഈ വെട്ടും കുത്തും ഒഴിവാക്കിയിട്ട് ഒരു സമാധാനത്തിന്റെ മതം സ്ഥാപിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് മതം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാളുകൊണ്ട് അവർ വെട്ടുമ്പോൾ എന്നാ ഒരു തോക്ക് പിടിച്ചോണ്ട് ഒരു തോക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഈ സർവശക്തൻ. ആ വാളുകൊണ്ട് വെട്ടുമ്പോൾ വെട്ട് കൊള്ളിക്കാൻ പറ്റി കൂടി കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. ടെക്നോളജിയിൽ പോലും അന്നത്തെ അറബികളിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോകാൻ ഈ അള്ളാഹ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാവുന്നത്. അള്ളാഹുവിന് നാണോ ലജ്ജയോ എളുപ്പമൊന്നും ഇല്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ വീട്ടിൽ ചുറ്റിപ്പറ്റിയുന്ന ആളുകളോട് പുറത്തു പോകാൻ പറയാൻ, അതും ഒരു പ്രത്യേക സന്ദർഭത്തിൽ, അതൊക്കെ ഞാൻ മുമ്പ് പറയാൻ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു സന്ദർഭത്തിൽ അവരോട് പുറത്തു പോകാൻ പറയുന്ന ഖുർആനിലെ 53 വാക്യമാണിത്. നിങ്ങളോടൊക്കെ പുറത്തേക്ക് പോകാൻ പറയാൻ, അതായത് നബിയുടെ ഭാര്യമാരുമായി സ്വറ പറഞ്ഞു നിന്നിരുന്ന പൂവാലന്മാരെ പറഞ്ഞുവിടാനാണ് അള്ളാഹ് ആയത്തിറക്കിയത്. ആ സമയത്ത് അള്ളാഹ് പറയാണ്, ഇതൊക്കെ മൂപ്പർക്ക് പറയാൻ ലജ്ജയുണ്ട്, പക്ഷെ അള്ളാഹുവിന് ലജ്ജയില്ല. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് ഒരു ഉളുപ്പും ലജ്ജയൊന്നുമില്ല. മുഹമ്മദ് നബിക്ക് പറയാൻ ലജ്ജയുള്ള കാര്യം അള്ളാഹ് പറഞ്ഞാണെന്ന് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചർച്ച കിട്ടുന്നു. എന്താ ഗുണം? തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അള്ളാഹ് മസിൽ പിടിക്കൊന്നുമില്ല. നമ്മളെ ചില യുക്തിവാദികളുമാരി ഒന്നല്ല. അള്ളാഹ് തെറ്റ് വേഗം തിരുത്തും.
തെറ്റ് തിരുത്തേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിലൊരു സന്ദർഭം ഞാൻ മുമ്പ് പറഞ്ഞൊരു സന്ദർഭമാണ്, മുഹമ്മദ് നബിയുടെ വീട്ടിൽ കാണാൻ വരുന്ന സന്ദർശകരൊക്കെ ഒരു എൻട്രൻസ് ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളൊരു ആയത്തിറക്കിയ ഒരു സമയത്ത് ഫീസ് വല്ലതും കൊടുത്തിട്ട് കാണാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കി. ആ ആയത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കാണാൻ വരുന്നവരൊക്കെ കാണാൻ പോക്ക് നിർത്തി. മാത്രമല്ല അലി ഒരു വേല ഒപ്പിച്ച്. അലി മൂപ്പരെ വീട്ടിൽ തന്നെ ഉള്ള ആളാണ്. മൂപ്പരെ സ്വന്തം മരുമകനും അനിയനുമായിട്ടുള്ള അലി മൂപ്പരെ വീട്ടിൽ തന്നെ ഉള്ള അലി നബീന്റെ റൂമിലേക്ക് കടക്കുമ്പോഴൊക്കെ ഒരു സ്വർണ്ണ നാണയം ചില്ലറാക്കി വെച്ചിരുന്നു മൂപ്പര്. അതിൽ നിന്ന് ഓരോ നാണയം എടുത്തിട്ട് ഫീസ് കൊടുക്കാൻ തുടങ്ങി. ആ ട്രോള് അലി ട്രോളിയപ്പോൾ അള്ളാഹ്ക്ക് മനസ്സിലായി ഇത് മോശമാണ്. പിറ്റേന്ന് അള്ളാഹ് ആയത്ത് തിരുത്തി. എന്നാ പിന്നെ ഞങ്ങൾ ഫീസ് ഒന്നും കൊടുക്കണ്ട, കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് അലി പറയുന്നുണ്ട്, ഖുർആനിൽ ഒരായത്ത് ആകെക്കൂടെ ഞാൻ മാത്രമേ പ്രായോഗികമാക്കിയിട്ടുള്ളൂ, അവസാനമായിട്ടും ആദ്യമായിട്ടും എനിക്ക് മാത്രമായിട്ട് ഇറങ്ങിയ ഒരു ആയത്തുണ്ട് ഖുർആനിൽ എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിനെ കുറിച്ച് അലി പറയുന്നുണ്ട്. ആകെ 1-2 ദിവസം മാത്രമേ പ്രാബല്യത്തിലിരുന്നിട്ടുള്ളൂ ഈ ആയത്ത്. അപ്പൊ അള്ളാഹ്ക്ക് ട്രോളിയപ്പോ കാര്യം മനസ്സിലായി. അള്ളാഹ് ആദ്യത്തെ അബദ്ധം തിരുത്തി. ഇനി മറ്റേ തിരുത്ത്, മറ്റേ തിരുത്തിന്റെ കാര്യം ഇതാണ്. യുദ്ധത്തിന് പോയി കുറെ ആൾക്കാർ യുദ്ധത്തിന് പോയ സമയത്ത് ഓരോരോ ഒഴിവൊക്കെ പറഞ്ഞിട്ട് തരികിട കാണിച്ച് കുറെ ആൾക്കാർ യുദ്ധത്തിന് പോകാതെ എങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അവരെ ഒന്ന് ആക്കണം എന്ന് വിചാരിച്ചിട്ട് അള്ള ഒരു ആയത്തിറക്കി. ആ ആയത്താണ് ന്യായമായ. ആ ആയത്ത് ഇങ്ങനെയായിരുന്നു, ആ ന്യായമായ വിഷമമില്ലാതെ എന്നുള്ള ഭാഗം ഇല്ലായിരുന്നു ആദ്യം ഇറങ്ങിയപ്പോ ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും തുല്യരാവുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിറക്കിയത്. ആ സമയത്ത് മറ്റേ ഉമ്മി മക്തും എന്ന് പറയുന്ന ഒരു അന്ധനുണ്ട്, പല കഥകളിലും വരുന്ന ഒരാളാണ്. ഖുർആനിൽ ഒരുപാട് ആയത്ത് അയാൾക്കും വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ ഉമ്മി മക്തും എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ ഈ നബീന്റെ പുറകിലിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെ ശരിയായി, എനിക്ക് കണ്ണ് കാണൂല്ലോ, ഞാനൊക്കെ ഇപ്പൊ എങ്ങനെ യുദ്ധത്തിന് പോവുക, എനിക്കും ബാധകമല്ല എങ്ങനെ പറഞ്ഞാല് എന്ന് പരാതി പറഞ്ഞു. ആര്? ഉമ്മി മക്തും പരാതി പറഞ്ഞപ്പോ അള്ള പറഞ്ഞു അത് വെട്ടിക്കള, ആ ആയത്ത് വെട്ടിക്കളാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ന്യായമായ വിഷമമില്ലാതെ എന്നുള്ളൊരു ക്ലോസും കൂടെ വെച്ചിട്ട് ആയത്ത് തിരുത്തി. സെയ്ദ് ഇബ്നു സാബിത്തിനോട് ആദ്യം ഒരു ഒട്ടകത്തിന്റെ തോളെല്ലുമ്പിൽ അത് എഴുതാൻ പറഞ്ഞിരുന്നു നബി. മൂപ്പരെ എഴുതിയത് പിന്നെ വായിച്ചിട്ട് വേറെ എല്ലെടുത്തിട്ട് ഇതുപോലെ തിരുത്തി എഴുതി എന്ന് ഹദീസിൽ പറയുന്നു. അപ്പോ ഈ ന്യായമായ ആവശ്യത്തിന് കുറച്ച് പേര് യുദ്ധത്തിന് പോകാതിരിക്കുന്നവരുണ്ട് എന്ന് കാര്യം ഓർക്കാതെ അള്ളാഹ് ആദ്യം ജനറലൈസ് ചെയ്തുകൊണ്ട് ആയത്തിറക്കുകയും പിന്നെ ഒരു കണ്ണ് കാണാത്ത ആള് പരാതി പറഞ്ഞപ്പോൾ അള്ളാഹ് അപ്പം തന്നെ അത് തിരുത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹ്ക്ക് തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ തിരുത്തുന്നതിന് വലിയ വിഷമില്ലാത്ത ഒരാളാണ്. അള്ളാഹുവിന്റെ ഒരു നല്ല ഗുണമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അള്ളാഹുവിനെല്ലാം മുൻകൂട്ടി അറിയാം. സർവ്വജ്ഞാനിയാണെങ്കിലും അള്ളാഹു പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാനുള്ള ആകാംക്ഷയോടുകൂടി നിങ്ങളിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇരുമ്പ് ഇറക്കി തന്നത് എന്ന് ഖുർആനിൽ വേറെ ആയത്തുണ്ട്. അപ്പൊ ഇരുമ്പ് ഇറക്കി തന്നത് പോലും അള്ളാഹു ഈ ആകാംക്ഷ കൊണ്ടാണ്. ആരാണ് വാളുണ്ടാക്കുക, ആരാണ് വെട്ടാന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. സർവജ്ഞാനിയുടെ ആകാംക്ഷ ഞാൻ ഈ നേരത്തെ ആദ്യം പറഞ്ഞ മാതിരി പരസ്പരം വിഴുങ്ങുന്ന വൈരുദ്ധ്യമാണ്. അള്ളാഹുവിന്റെ കച്ചവട യുക്തി. അള്ളാഹു എല്ലാ കാര്യം അങ്ങനെയാണ്. ഇങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും തരും. നിങ്ങളെ അള്ളാഹുവിനെ അങ്ങോട്ട് സഹായിച്ചാൽ ആരാണ് സഹായം ചോദിക്കുന്നതെന്ന് പറയുന്നത്? സർവശക്തനാണ്. സർവശക്തന് സഹായം വേണമെന്ന് പറഞ്ഞാൽ തന്നെ സംഗതി ആകെ പോയി. നിങ്ങൾ അങ്ങോട്ട് സഹായിച്ചാൽ അള്ളാഹു ഇങ്ങോട്ട് സഹായിക്കും. നിങ്ങൾ അള്ളാഹിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ അള്ളാഹ് നിങ്ങൾ ഓർക്കും. നിങ്ങൾ മറന്നുപോയാൽ അള്ളയും മറക്കും എന്നർത്ഥം. ഇങ്ങനെ കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടാണ് പലപ്പോഴും പറയുന്നത്. കാരണം മുഹമ്മദ് നബി ഒരു കച്ചവടക്കാരനായിരുന്നു. തുലാസം തൂക്കി സാധനങ്ങൾ തൂക്കി വിൽക്കുകയും പൈസ വാങ്ങുകയും ചെയ്തിരുന്ന ഒരു കച്ചവടക്കാരൻ ദൈവത്തിനെയും അതുപോലെ ഒരു കച്ചവടക്കാരനായി സങ്കല്പിച്ചതിൽ അത്ഭുതമില്ല. അള്ളാഹു ആരാധന കിട്ടാൻ വേണ്ടിയിട്ട് പ്രലോഭനങ്ങളും ഭീഷണികളും മുഴക്ക് മാത്രമല്ല ബാർഗെയിനിങ് നടത്തുന്നുണ്ട് സൃഷ്ടികളുമായിട്ട്. 50 നേരം നിങ്ങൾ എന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം
മുഹമ്മദ് നബീനെ അവിടുന്ന് 7-ാം ആകാശത്ത് പോയ സമയത്ത് മൂപ്പര് പറഞ്ഞേക്കണത്. പിന്നെ താഴത്ത് വന്നപ്പോൾ മൂസയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ചങ്ങായി ഈ 50 നേരം നിസ്കരിച്ചാൽ പിന്നെ മനുഷ്യന്മാർക്ക് വേറെന്തിനാ നേരം ഉണ്ടാവുക, ഈ പോയിട്ടത് കുറച്ചുകൊണ്ട് കൊടുക്കുക, കുറച്ച് തരാൻ പറയാൻ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പോവുക. അപ്പൊ 45 കുറച്ച് പിന്നെയും വന്നത് 45 കൊണ്ട് വന്നപ്പോഴും പറഞ്ഞ മൂസ പറഞ്ഞു, ചങ്ങായി 45 ഒന്നും മനുഷ്യന്മാരെ കൊണ്ട് ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റില്ല, പോയി കുറച്ചുകൊണ്ട്. ഇങ്ങനെ മൂപ്പര് 45, 40, 35, 30 ഇങ്ങനെ കുറച്ച് 5 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നാണ് ഹദീസ്. ചേകന്നൂർ മൗലവി പറയുന്നത് ഇത് ജൂതന്മാര് ഓലെ മൂസാ നബി അന്തള്ളവനും മുഹമ്മദ് അള്ളി അന്തല്ലാത്തവരുമാണെന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഹദീസാണെന്ന് ചേകന്നൂർ മൗലവി പറഞ്ഞു. കാരണം മൂസാ നബിയാണ് അള്ളാഹിനെക്കാളും അന്തള്ള ആള് ഈ ഹദീസ് അനുസരിച്ച്. അങ്ങനെ മൂസാ നബി അവസാനം 5 പറഞ്ഞപ്പോഴും പറഞ്ഞു ഇതും കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പോകാൻ മടിച്ചിട്ട്, നാണം കൊണ്ട് മടിച്ചിട്ട് ഈ 5 കൊണ്ട് പോകുന്നു എന്നാ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ കാലിച്ചന്തയിലൊക്കെ കന്നുകൾക്ക് വില പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു തെറ്റിപ്പോലും പിന്നെ ഒരു വരലും പിന്നെ അങ്ങോട്ട് പോകും, ഇങ്ങനെ ബാർഗെയിനിങ് നടത്തിയിട്ട് നിസ്കാരം ചോദിച്ചു വാങ്ങാണ് ദൈവം. നിങ്ങൾ ഇന്ന അത്ര നേരം നിന്നിട്ടായി 5 ഉറപ്പിച്ചു പോകുന്നു എന്നാ പറയുന്നത്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രലോഭനങ്ങൾ പറയാണ്. തുടുത്ത മാറുള്ള കോർത്ത മലയുള്ള പെണ്ണുങ്ങളെ തരാം, ചങ്കില് കുത്താത്ത കള്ളു വരാം. ഞാൻ പറയുന്നല്ല, 100 സ്ഥലങ്ങളിൽ ഖുറാനിൽ ആവർത്തിക്കുന്നതാണ് പ്രലോഭനം. കള്ളും പെണ്ണും കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് ആരാധന ചോദിക്കുകയാണ്. ആര്? പടച്ചോൻ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. പിന്നെ നരകം കാണിച്ചിട്ടും ശിക്ഷ കാണിച്ചിട്ടും പേടിപ്പിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് ആരാധന കിട്ടാൻ. അപ്പൊ ഇയാളുടെ ആരാധന കൊതിയുടെ ഒരു ഊക്ക് നോക്കണം നിങ്ങൾ. എന്താണ് ഇങ്ങനെ ആരാധനക്ക് കൊതിയുള്ള ഒരാള് സർവശക്തനും പരിപൂർണനുമാവുമോ? ഇയാളെല്ലാം കഴിഞ്ഞ ആളാണ്, എല്ലാം കഴിഞ്ഞ പരിപൂർണനായ ഒരു ദൈവം ഇങ്ങനെ ആരാധനക്ക് വേണ്ടിയിട്ട് ബാർഗെയിനിങ് നടത്തേണ്ട വല്ല കാര്യവും ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ കള്ളും പെണ്ണൊന്നും പറഞ്ഞാല് ഒരു നിസ്കരിക്കാൻ പോവില്ലോ. അപ്പൊ പള്ളിക്ക് മുമ്പിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ബോർഡ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് സൈക്കിള് 40 ദിവസം നിസ്കരിച്ച സൈക്കിള് തരാന്ന് പറഞ്ഞിട്ടുള്ള ഓഫറൊക്കെ. അങ്ങനെ അള്ളാന്റെ ഓഫർ ഇവിടെ നടക്കുന്നില്ല. ചെറിയ കുട്ടികൾ നിസ്കരിക്കാൻ പോകാത്തതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യം ഇപ്പോൾ അവർക്ക് ഈ കൂർത്ത മലയുള്ള പെണ്ണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോട് നിങ്ങൾക്ക് സൈക്കിൾ തരാം, ബൈക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രലോഭിപ്പിച്ച് നിസ്കരിപ്പിക്കുക, അതിനുള്ള ശ്രമം ഇപ്പൊ നടക്കുന്നു. നിസ്കരിക്കാത്തവരെ കൊല്ലണമെന്ന് മദ്രസയിൽ 5-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഠിപ്പിച്ചിരുന്നു. കഴിഞ്ഞല്ലത് മാറ്റി നമ്മളൊക്കെ പറഞ്ഞിട്ട്, നമ്മളൊക്കെ തന്നെയാണ് അത് പുറത്തേക്ക് എടുത്തിട്ട്. പിന്നെ നാസർ മഹൂരാനൊക്കെ അത് പറഞ്ഞ് വെച്ച് ചലക്കി അവസാനം അവർ പാഠം മാറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ പഠിപ്പിക്കുകയാണ് കുട്ടികളെ, 5-ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നിസ്കരിക്കാത്തവരെ കൊല്ലണം. അത്രയും നിർബന്ധമുള്ള കാര്യമാണ് നിസ്കാരം. കാരണം അവൾ അതിനു വേണ്ടിയിട്ട് അത്രയും ചിത്താന്തം പിടിച്ചിരിക്കുകയാണ് അവിടെ. നിസ്കാരം കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നരകത്തിലിടാൻ വേണ്ടി ഇരിക്കുകയാണ് ദൈവം എന്നാണ് പറയുന്നത്. ഇനി ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ വിശ്വാസികളായ സുഹൃത്തുക്കൾ ഇപ്പം അങ്ങനെ മറുപടി പറയാൻ അങ്ങനെ വെന്തി നിൽക്കുകയാണ്. എനിക്കറിയാം അവരെന്താ പറയാൻ പോകുന്നത്. നാളെ ഇപ്പോൾ ഇതിൻ്റെ ആൾക്കാർ ഇതൊക്കെ വെച്ചിട്ട് മറുപടി പറയാൻ പോകുന്ന കാര്യം എനിക്കറിയാം. അവർ പറയും, യുക്തിവാദികൾ ഇതൊക്കെ അന്തല്ലാതെ അക്ഷരാർത്ഥത്തിലെടുത്തിട്ടാണ് പറയുന്നത്, ഇതൊന്നും അങ്ങനെയല്ല. നേരത്തെ മൗലിയർ വേദ പറയാം, സുന്നി മൗലിയർ വേദ പറയാനില്ലേ, സുന്നി മൗലിയന്മാർക്ക് ഇപ്പോൾ അള്ളാഹ് ഇറങ്ങി വരുന്നു, പിന്നെ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അക്ഷരാർത്ഥത്തിലല്ല എന്ന് ആണ് അവർ പറയുന്നത്. അതെല്ലാം ഭാഷാപരമായ ചില ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമാണ് എന്നാണ് സുന്നികളും പിന്നെ എന്താ പറയുക വ്യാഖ്യാന ഫാക്ടറികളിൽ ആധുനികവൽക്കരിച്ച് പെയിന്റ് അടിക്കുന്നവരൊക്കെ ഇപ്പൊ ഈ വാദമാണ് ഇതിനൊക്കെ പറയുന്നത്. ശരി, ഞാനത് അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാം ആലങ്കാരികമാണ്. എത്രത്തോളം ആലങ്കാരികം, എത്രത്തോളം അക്ഷരാർത്ഥത്തിൽ എടുക്കണം, എവിടെയാണ് അതിൻ്റെ അതിർവരമ്പ്, അതാരാണ് നിശ്ചയിക്കുക, അതെങ്ങനെയാണ് നിശ്ചയിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. ഇപ്പൊ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് ആലങ്കാരികമായിട്ട് എടുക്കാം. അള്ളാഹു കസേരയിൽ ഇരിക്കുന്നു, കാല് പൊന്തിച്ചു വെക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ആലങ്കാരികമായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഖുർആനില് അള്ളാഹു പറയുന്നുണ്ട് പക്ഷികളൊക്കെ പറക്കുമ്പോൾ വീഴാതിരിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു അവയെ പിടിച്ചു താങ്ങി നിർത്തുകയാണ്. പക്ഷികൾ പറക്കുമ്പോ പക്ഷികൾ താഴെ വീഴാതിരിക്കാൻ കാരണം അള്ളാഹു അവരെ താങ്ങി നിർത്തുകയാണ്. ഇതിനെ നമുക്ക് ആലങ്കാരികമായിട്ട് എടുക്കാം.
ആലങ്കാരികമായിട്ട് എടുത്താൽ അതിന്റെ അർത്ഥം എന്താ വരിക? ആരാണ് അള്ളാഹു ആകുക? പക്ഷി പറക്കുമ്പോൾ വീഴാത്തതിന്റെ കാരണം എന്തൊക്കെയാ? വായുവിന്റെ അപ്പർ ത്രസ്റ്റ്, മേലോട്ടുള്ള വായുവിന്റെ മർദ്ദം, പക്ഷിയുടെ ശരീരത്തിന്റെ ഭാരവും ആകൃതിയും, അത് ആപേക്ഷികമായിട്ടുള്ള ആകൃതിയും ഭാരവും തമ്മിലുള്ള ബന്ധം, പക്ഷിയുടെ ശരീരത്തിലെ ചിറകിന്റെ വിസ്തൃതി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർന്നിട്ട് അതോടൊപ്പം ഭൂമിയുടെ ഗുരുത്വബലം, ഭൂമിയുടെ ഗുരുത്വബലത്തെ നേരെ ന്യൂട്രലൈസ് ചെയ്യാവുന്ന രീതിയിൽ പക്ഷിയുടെ ചിറകിന്മേൽ താഴെ നിന്ന് വായുവിന്റെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് പറക്കുന്ന പക്ഷിക്ക് താഴെ വീഴാതെ പറക്കാൻ കഴിയുന്നത്. ഇത് ശാസ്ത്രം. അപ്പൊ പക്ഷി പറക്കുമ്പോൾ വീഴാതിരിക്കാൻ പ്രകൃതിപരമായിട്ടുള്ള 2-3-4 കാരണങ്ങളാണ് ഞാനീ പറഞ്ഞത്. ആ കാരണങ്ങളെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് പക്ഷി പിടിച്ചു നിർത്തപ്പെടുന്നത്. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ വായുമർദ്ദം എന്നല്ലേ അർത്ഥം? അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ എന്നല്ലേ അർത്ഥം? അങ്ങനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, കേരളത്തിലുണ്ട്, തലശ്ശേരിയിലുണ്ട്. ഒരു തഫ്സീർ ഫുള്ളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാള്. ഇതാണ് വ്യാഖ്യാനം. അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വ്യക്തി എന്നോ ഒരു ശക്തി എന്നോ അല്ല, മറിച്ച് ഈ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് അള്ളാഹു എന്നാണ് വ്യാഖ്യാനം. ആ വ്യാഖ്യാനം നിങ്ങൾ അംഗീകരിക്കൂ എങ്കിൽ നമുക്ക് തർക്കം നിർത്തി യുക്തിവാദം പിരിച്ചുവിടാം. പരിണാമ സിദ്ധാന്തം ഇതേ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് IPH പുസ്തകം ഇറക്കിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ IPHന്റെ പുസ്തകശാലയിൽ നിന്ന് 10-18 വർഷം മുമ്പ് ഒരു പുസ്തകം അച്ചടിച്ചു. ആ പുസ്തകത്തിൽ പറഞ്ഞ വ്യാഖ്യാനം, വെള്ളത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാവുന്നു എന്ന് ഖുർആനിൽ പറയുന്നു. അള്ളാഹു കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഖുർആനിൽ പറയുന്നു. കളിമണ്ണിന്റെ സത്ത എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ എന്നാണ് അർത്ഥം. വെള്ളത്തിൽ നിന്നുണ്ടായ പദാർത്ഥങ്ങൾ പരിണാമത്തിലൂടെ മനുഷ്യനടക്കമുള്ള ജീവികളായി മാറി എന്നതിന്റെ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ഖുർആനിലെ വാക്യം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തെ ശരിവെക്കുന്ന വ്യാഖ്യാന പുസ്തകം ജമാഅത്തെ ഇസ്ലാമി അച്ചടിച്ചിരുന്നു. പക്ഷെ ആ പുസ്തകം പുറത്തേക്ക് ഇറങ്ങിയില്ല. IPHന്റെ ഉള്ളിൽ നിന്ന് വിശ്വാസയോഗ്യമായ ഒരു സുഹൃത്തിൽ നിന്ന് എനിക്ക് ചോർന്നു കിട്ടിയ വിവരമാണ്. ആ പുസ്തകം ഇപ്പൊ നശിപ്പിച്ചോ അതോ അട്ടപ്പെടുണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാവും. അഭിപ്രായ വ്യത്യാസം കാരണം പുറത്തിറക്കാതെ വെച്ചതാണ്. ഇതേ വ്യാഖ്യാനങ്ങളുമായി ഇന്ന് ലോകത്ത് പല ഭാഗത്തും മുസ്ലിം പണ്ഡിതന്മാർ രംഗത്തുണ്ട്. പരിണാമത്തിനെ അനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കാം. ഭൂമി ഉരുട്ടാനെടുത്ത അത്ര ബുദ്ധിമുട്ടില്ല. വിരിപ്പ് പോലെ പത്തിരി പോലെ പരത്തി വെച്ച ഭൂമിയെ ഉരുട്ടാൻ വേണ്ടി ഇടങ്ങേറായതിന്റെ 10-1 100-1 ബുദ്ധിമുട്ടില്ലാതെ ശരിയാക്കാൻ പറ്റുന്ന സാധനമാണ് പരിണാമ സിദ്ധാന്തം. അപ്പൊ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് പരിണാമത്തെ അംഗീകരിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ നമ്മളെ പറഞ്ഞു വിളിച്ച് കളിയാക്കി കൊണ്ടെടുക്കാൻ ഇപ്പോഴും. അപ്പൊ എവിടെയാണ് ഇതിന്റെ അതിർവരമ്പ്? അതാണ് പ്രശ്നം. അള്ളാഹു എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. പ്രപഞ്ചവും പ്രകൃതിയും അതിന്റെ പ്രതിഭാസങ്ങളും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ പാനന്തിസ്റ്റിന്റെയോ ദൈവത്തിലേക്ക് ഖുർആനിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ പറ്റും. ആലങ്കാരിക പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തയ്യാറാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം നമ്മളെയൊക്കെ കഞ്ഞിയിൽ പൂയിടാൻ അധികം താമസിയാതെ ഈ വ്യാഖ്യാനവുമായിട്ട് കേരളത്തിലും ആളുകൾ രംഗത്ത് വരും. അള്ളാഹു ആകാശത്തു നിന്നും മഴ ഇറക്കുന്നു. ഖുർആനിൽ പറയുന്നു ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഏതാണ് ആകാശം? ഇന്ന് നിങ്ങളൊക്കെ വിമാനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. താഴത്തു നിന്നാണ് മഴ ഇറങ്ങുന്നത് വിമാനത്തിൽ പോകുമ്പോൾ, അല്ലെ? വിമാനത്തിന്റെ താഴെ ഇങ്ങനെ മഴക്കാറിങ്ങനെ നല്ല മൈതാനം പോലെ കിടക്കുന്നത് കാണാം. ആ മഴക്കാറിന് വിമാനത്തിന്റെ താഴേക്കാ മഴ പെയ്യുന്നത്. ആകാശത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ ഭൂമിയിൽ നിന്നാണ് മഴ പെയ്യുന്നത്. കാരണം അന്തരീക്ഷ വായു ഭൂമിയുടെ ഭാഗമാണ്. അന്തരീക്ഷ വായുവും കൂടി ചേർന്നതാണ് ഭൂമി. അപ്പൊ മഴ വരുന്നത് ആകാശത്തു നിന്നല്ല. ഇവിടെ ആകാശം പോലും തെറ്റിപ്പോവും. അള്ളാഹു ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മഴ പെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? വെള്ളത്തിന്റെ
അവസ്ഥാന്തരം, ദ്രുത അവസ്ഥാന്തര എന്ന പ്രതിഭാസം, വായുവിന്റെ ഹ്യൂമിഡിറ്റി, വായുവിന് വെള്ളത്തെ, ജലകണികകളെ താങ്ങി നിർത്താനുള്ള വായുവിന്റെ കപ്പാസിറ്റി, ഭൂമിയുടെ ഗുരുത്വബലം, അന്തരീക്ഷത്തിലെ വായുവിന്റെ ചലനം, സൂര്യന്റെ താപം, ഇതെല്ലാം കൂടെ ചേർന്ന് ഭൂമിയിൽ നടക്കുന്ന ഒരു സാധാരണ ഭൗതിക പ്രതിഭാസമാണ് മഴ. അപ്പൊ അള്ളാഹു മഴയാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവിടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂമിയുടെ ഗുരുത്വബലം, വെള്ളത്തിന്റെ അവസ്ഥാന്തരം, വായുവിന്റെ സഞ്ചാരം, വായുവിന്റെ ഹ്യൂമിഡിറ്റി, ഇതെല്ലാം കൂടെ ചേർന്ന പ്രകൃതി പ്രതിഭാസത്തിന്റെ പേരാണ് അള്ളാഹു. അള്ളാഹു കാറ്റായി പോയില്ലേ? അള്ളാഹു മുഹമ്മദിൽ വെളിപാടിറക്കുന്നു. എന്താ അർത്ഥം? അതിന് അവസാനം പറയാം. അള്ളാഹു തേനീച്ചകൾക്ക് കൂടുണ്ടാക്കാൻ വഹി ഇറക്കി കൊടുക്കുന്നു. ഖുർആനിലുണ്ട്. തേനീച്ചകൾക്ക് കൂടുണ്ടാക്കാൻ അള്ളാഹു വഹി ഇറക്കിയതിന്റെ പോലെ എന്താ? ഓരോ തേനീച്ചന്റെ പിന്നാലെ പോയിട്ട് എന്നാ കൂടുങ്ങനെ ഉണ്ടാക്കിക്കോന്നിട്ട് അള്ള പിന്നാലെ പോയല്ല. അള്ള ഓരോ പക്ഷീന്റെയും പുറകെ ഓടിയിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കല്ല. ഇതിനൊക്കെ ആവശ്യമായ ജനിതക ഘടന ഈ ജീവിയിൽ, പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ പരിണമിച്ചുണ്ടായപ്പോ ജനിതക ഘടനയിൽ തന്നെ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള കോഡിങ്, പ്രോഗ്രാമിംഗ് നടന്നു. അതേ അർത്ഥമുള്ളൂ. അള്ളാഹു മഴ പെയ്യിക്കുന്നു എന്ന് പറഞ്ഞാലും, തേനീച്ചകൾക്ക് വഹി നൽകുന്നു എന്ന് പറഞ്ഞാലും, പക്ഷികളെ പിടിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാലും, മുഹമ്മദിന് വെളിപാട് നൽകി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിലെടുത്തോളൂ, പ്രശ്നം തീർന്നു. മുഹമ്മദ് എന്ന മനുഷ്യൻ ഈ പ്രകൃതിയിൽ പരിണാമത്തിലൂടെ ഉണ്ടായ ഒരു മനുഷ്യജീവിയാണ്. അയാളുടെ മസ്തിഷ്കം എന്ന് പറയുന്ന അവയവം ഈ പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ പരിണമിച്ചുണ്ടായ ഒരു അവയവമാണ്. ആ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ചിന്തകളും ആശയങ്ങളും ഈ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഈ പ്രകൃതിയിൽ ഒരു മനുഷ്യനുണ്ടാവാനും, മനുഷ്യന്റെ ബുദ്ധി ഉണ്ടാവാനും, തലച്ചോറുണ്ടാവാനും, ആ തലച്ചോറിൽ നിന്നും ആ മനുഷ്യർക്ക് ആ മനുഷ്യന്റേതായ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ് ഈ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായി എന്നതിന്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് അള്ളാഹു മുഹമ്മദിന് വഹി ഇറക്കി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഖുർആനെതിരായിട്ട് ഒരു അക്ഷരവും പറയില്ല. എനിക്ക് ഈ മതത്തിനോട് യാതൊരു എതിർപ്പുമില്ല. മനുഷ്യനിർമ്മിതമാണ് മതം എന്ന് ഞങ്ങൾ പറയുന്നതിന് ആലങ്കാരികമായി ഖുർആനിൽ തന്നെ പറയുന്നു. അപ്പൊ ആലങ്കാരികം എന്ന വ്യാഖ്യാനം നമുക്ക് വലിച്ചു നീട്ടി എങ്ങോട്ട് വേണേ കൊണ്ട് അള്ളാനെ കാറ്റാക്കി മാറ്റാം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മുഹമ്മദ് 23 വർഷക്കാലം നടത്തിയ ഒരു പപ്പറ്റ് ഷോയിലെ പപ്പറ്റ് മാത്രമാണ്. 23 വർഷക്കാലം മുഹമ്മദ് അറേബ്യയിൽ നടത്തിയ ഒരു പാവകളിയിലെ പാവ മാത്രമാണ് അള്ളാഹു എന്ന് ഖുറാനും ഹദീസും വായിച്ചാൽ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും. അത്രയേ നമുക്കതേക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ടാണ് മുഹമ്മദിന്റെ അള്ളാഹു ഒരു മനുഷ്യന്റെ കോലത്തിൽ ഊതിവീർപ്പിക്കപ്പെട്ടത്. കയ്യും കാലുമുള്ള, മനുഷ്യനെ പോലെ ദേഷ്യം വരുന്ന, മനുഷ്യനെ പോലെ മുഖസ്തുതി ആഗ്രഹിക്കുന്ന, മനുഷ്യനെ പോലെ ദേഷ്യം വരുന്ന, കോപിക്കുന്ന, തെറി വിളിക്കുന്ന, മനുഷ്യനെ പോലെ ആരാധനയും ആദരവും ആഗ്രഹിക്കുന്ന, മനുഷ്യന്റെ എല്ലാ ചാബല്യങ്ങളും എല്ലാ സൽഗുണങ്ങളും എല്ലാ ദുർഗുണങ്ങളും ചേർന്ന ഒരു ഊതിയൂർപ്പിച്ച മനുഷ്യൻ മാത്രമാണ് ഖുറാനും ഹദീസും പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്ന ദൈവം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ടാവും. അള്ളാന്റെ കോലാണല്ലോ ഈ കാലത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത്, നമ്മളെ പഠിച്ചോനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഇതുവരെ പറഞ്ഞതിനേക്കാളും വലിയ ദേശം എന്നോട് തോന്നും. നമ്മുടെ വീട്ടിൽ, മിക്ക ഹിന്ദുക്കളുടെ വീട്ടിലും 2 പെട്ടിയിൽ 2 ജന്തുക്കളെ വളർത്തുന്നുണ്ട്. ഒന്നൊരു പട്ടിക്കൂട്ടിലൊരു പട്ടി, ഒന്നൊരു പെട്ടിക്കൂട്ടിലൊരു പടച്ചോൻ. വീട് ഉണ്ടാക്കുമ്പോൾ വീട്ടിന്റെ ഉള്ളില് എങ്ങനെയെങ്കിലുമൊക്കെ ഏങ്കോണിച്ച് വരുന്ന ഒരു ഭാഗം കോണിന്റെ താഴെ അല്ലെങ്കിൽ ഉപയോഗത്തിൽപ്പെടാത്ത ഏതെങ്കിലും ഒരു കയറിയ മൂലയിൽ ചെറിയൊരു പെട്ടി കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ കുട്ടി ദൈവത്തിനെ വെച്ചിട്ട് അവിടെ 2 നേന്ത്രപ്പഴോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ഒരു തിരിയോ ഒരു എണ്ണത്തിരിയോ ഒക്കെ കത്തിച്ചിട്ട് ദിവസം അവിടെ പോയിട്ട് നമ്മൾ പറയാണ്, എന്താ പറയണത്, ഞാൻ ഇന്ന് പോകുന്ന കാര്യം സാധിച്ചു തരണേ, എന്നെ കാക്കണേ, ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിക്ക് അപകടമൊന്നും പറ്റരുത്, എൻ്റെ കുട്ടി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചോദ്യമൊക്കെ എളുപ്പമാവണേ, എൻ്റെ കുട്ടിക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണേ, എൻ്റെ മോൾക്ക് കല്യാണം വരുമ്പോൾ അതാരും മുടക്കരുത്, നല്ല ചെക്കനെ കിട്ടണേ എന്ന് പറഞ്ഞ്
നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും രാവിലെ പോയിട്ട് ഒരു തിരിയും കത്തിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പഴം വെച്ചു കൊടുത്തിട്ട് നമ്മൾ പറയാണ് എന്നെ കാത്തോളണേ. പട്ടീനോട് നമ്മളത് തന്നെ പറയണത്. ഞാൻ പോയി ഒരാളെൻ്റെ വീട് കാത്തോളണേ, എനിക്ക് ചോറ് തരാം, ഇറച്ചി തരാം, പാല് തരാം. ഈ പട്ടിക്ക് നല്ല കൂടുണ്ടാവും. പട്ടീനെ എല്ലാ ദിവസവും കുളിപ്പിക്കും, പട്ടിക്ക് നല്ല ഭക്ഷണം കൊടുക്കും, പട്ടിക്ക് വേണ്ടി ഒരുപാട് സമയവും പൈസയൊക്കെ ചിലവാക്കും. ആ പട്ടിക്ക് കിട്ടുന്നതിൻ്റെ ഒരു 100-1 10-1 പരിഗണന മാത്രം കിട്ടുന്ന ദൈവങ്ങളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പാർപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ ഈ കോലത്തിൽ പരിഹസിക്കുന്നവരല്ലേ ദൈവം പിടിച്ച് നരകത്തിലിടുക? നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണ് നമ്മളുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ. എൻ്റെ വീട് കാക്കാൻ ഞാൻ പട്ടിയെ വളർത്തുന്നത് പോലെ എൻ്റെ ജീവിതം കാക്കാൻ ഞാൻ ഒരു ദൈവത്തെ പോക്കറ്റിലിട്ട് പെട്ടിയിലാക്കി വളർത്തണം. എന്നിട്ട് ആ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ നക്കാപ്പിച്ച കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ പറയാം എൻ്റെ കാര്യമൊന്നും നോക്കിക്കോളണേ. ആ പഠിച്ചവൻ പറയാണ് നിങ്ങൾ ഇന്നോർത്താലേ ഞാൻ നിങ്ങളി ഓർക്കുള്ളൂ. മറ്റേ പഠിച്ചവൻ പറഞ്ഞല്ലോ അത് എന്നെ പിടിച്ച സ്ഥിതി. നിങ്ങൾ ഇന്ന ഓർക്കാതെ ഒരു ദിവസം അതിനെ തീരെത്തിക്കാൻ മറന്നുകാണ്ട് നിങ്ങളങ്ങോട്ട് പോയി നിങ്ങൾ ഒരു സൈക്കിൾ വന്ന് വീണ് വിട്ടു റോഡിയായി പറഞ്ഞാൽ പിറ്റേന്ന് നിങ്ങൾ 2 എത്തിച്ചു. ക്ഷമയും പറയും. കാരണം മൂപ്പര് ഓർക്കാത്തോണ്ട് മൂപ്പര് ചെയ്തതാണെന്നാ പറയാം വിചാരിക്കുക നമ്മൾ. ഇതാണ് ഒരു അന്ധവിശ്വാസിയുടെ മനസ്സിലെ ദൈവസങ്കല്പം. സത്യത്തിൽ ദൈവം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ എനിക്കുറപ്പാണ് ഞാനും രവീന്ദ്ര മാഷൊക്കെ ആയിരിക്കും സ്വർഗത്തിൽ ആദ്യം പോവുക. കാരണം ഞങ്ങൾ ദൈവത്തിനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഈ കോലത്തിൽ അവഹേളിച്ചിട്ടില്ല. നിങ്ങൾ ദൈവവിശ്വാസികൾ എന്ന് പറയുന്ന ആള് ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം എന്ന സങ്കല്പത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്, താറടിച്ചുകൊണ്ടിരിക്കുകയാണ്, തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പോഴാണ് നിങ്ങൾക്ക് ചെറുപ്പം ബോധ്യമാവുക. നമ്മൾ കൊണ്ടിറക്കുന്ന പഠിച്ചവന്മാരുടെ ചെറുപ്പം അപ്പോഴാണ് മനസ്സിലാവുക എത്രത്തോളം തരം താഴ്ന്ന രീതിയിലാണ് നമ്മൾ ദൈവത്തെ. ദൈവം നമ്മളുടെ ആരാധനയൊന്നും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാനേ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ഒരു അല്പനാണെന്നാണ്. ദൈവത്തിന് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്നാലേ ദൈവം നമ്മളെ കാര്യം നോക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെപ്പോലെ ഒരു അല്പനാണെന്നാണ്. ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ട് കൈക്കൂലി കൊടുത്തിട്ട് കാര്യം സാധിക്കുന്ന മാതിരി ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വാഴക്കൊല അല്ലെങ്കിൽ മറ്റേ വാഴക്കൊല തുലാഭാരോ ഇതൊക്കെ കൊടുത്തിട്ട് ദൈവത്തിനോട് കാര്യം സാധിച്ചുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു കൈക്കൂലി വാങ്ങുന്ന പ്യൂരിനേക്കാൾ ഒരു അറ്റൻഡറേക്കാൾ മോശക്കാരനാണ് ദൈവം എന്നതിന്റെ അർത്ഥം. നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ചില സിനിമയിലെ കഥാപാത്രങ്ങളാണ് നമ്മളെ ചില കഥാപാത്രം ഇന്നസെന്റും മമ്മൂട്ടിയൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രം പോയിട്ട് ഇങ്ങോട്ട് പുകഴ്ത്തും കുറെ കാര്യം നേടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറെ പുകഴ്ത്തി പറഞ്ഞാൽ ഓല് കുറെ പൈസ ഉള്ള ആളാണെങ്കിൽ ഇല്ലേ, മറ്റേ ബാർബർ ബാലിന് കസേര ഉണ്ടാക്കി കൊടുക്കുന്ന ചങ്ങായിക്കോട്ടല്ലോ, അതേമാതിരിയുള്ള പൊങ്ങച്ചക്കാരൻ. അങ്ങനത്തെ ഒരു പൊങ്ങച്ചക്കാരൻ കഥാപാത്രമാണ് ദൈവം എന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ പുകഴ്ത്തി പറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ് ശ്രദ്ധ ജനിച്ചാലേ മൂപ്പർക്ക് കാര്യം മനസ്സിലാവുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുത്താലേ മൂപ്പർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഉറക്കെ മൈക്ക് വെച്ച് വിളിച്ചാലേ മൂപ്പർ കേൾക്കുള്ളൂ, ചെവിയും പതുക്കെ. ഇങ്ങനെ ദൈവം എന്ന സങ്കല്പത്തെ നമ്മൾ 24 മണിക്കൂറും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞാൽ ഞങ്ങളല്ല, നിങ്ങൾ വിശ്വാസികളോടാ പറയുന്നത്. ഞങ്ങൾ അപമാനിക്കുന്നില്ല, ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്തി കാണിക്കുക ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ അപ്പുറത്തൊരു ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും അതിനോട് യാതൊരു വിരോധമില്ല. പക്ഷേ ഇതെല്ലാം ഈ മതങ്ങളെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്നതിൻ്റെ ഏറ്റവും യുക്തിപരമായ തെളിവുകളാണ് ഇതുവരെ പറഞ്ഞതെല്ലാം. ഇന്നത്തെ മനുഷ്യനാണെങ്കിൽ കുറച്ചുകൂടി നിലവാരമുള്ള ദൈവം ഉണ്ടാവുക. കാരണം ചിന്താപരമായും വിജ്ഞാനപരമായും ഇന്ന് മനുഷ്യൻ എവിടെ നിൽക്കുന്നോ ആ നിലവാരത്തിനനുസരിച്ചുള്ള ഒരു ദൈവമാണ് ഇന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഈ തീസ്റ്റുകളെല്ലാം പാൻതീസ്റ്റിന്റെയും ദീസ്റ്റിന്റെയും ദൈവത്തിനെ കൊണ്ടുവരാൻ ഇപ്പൊ ശ്രമിക്കുന്നത്. ഈ ദൈവത്തിനെ മറച്ചു പിടിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ദൈവങ്ങളൊക്കെ ഉണ്ടായത് 3000 കൊല്ലം, 4000 കൊല്ലം, 2000 കൊല്ലം, 1500 കൊല്ലം മുമ്പൊക്കെയാണ്. അന്നത്തെ പ്രാകൃത ഗോത്ര മനുഷ്യന്റെ ഭാവനയിൽ രൂപപ്പെട്ട വികലമായ സങ്കല്പങ്ങളാണ്, കഥകളാണ്. അന്ന് ഈ കഥകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. അന്ന് ഈ കഥകൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യര് ഗോത്രങ്ങളെ നിയന്ത്രിച്ചിരുന്നത്.
കുഞ്ഞാടുകളെ ഇടയൻ എന്നതുപോലെ ഗോത്രത്തലവന്മാർ അവരുടെ ഗോത്രത്തിലുള്ള അനുയായികളെ നിയന്ത്രിക്കാൻ ഇത്തരം കഥകൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കഥകൾ പറഞ്ഞാണ് മനുഷ്യൻ വലിയ സമൂഹമായി, വലിയ കൂട്ടങ്ങളായി പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിയായി പുരോഗമിച്ചു വന്നത്. അതിനുവേണ്ടി പ്രാകൃത കാലത്ത് ഗോത്ര മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കിയ നിലവാരം കുറഞ്ഞ കഥകളാണ് മതങ്ങൾ. അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളും നിങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി മതമൊന്നും ഇല്ലാത്ത ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞ ഡെയിസ്റ്റ് മുതൽ പാൻതീസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള മറ്റു ദൈവങ്ങളുടെ കാര്യം ഞാൻ അടുത്ത 30-ാം തീയതി ഇവർ തന്നെ എസൻസ് തന്നെ തിരൂരിൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ മതമില്ലാത്ത ദൈവങ്ങൾ എന്ന പേരിൽ ഇതിന്റെ ബാക്കി 2ാം ഭാഗം അവിടെ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് മതമുള്ള ദൈവങ്ങളുടെ കാര്യമാണ്. മതമില്ലാത്ത ദൈവങ്ങളെക്കുറിച്ച് കുറെ കൂടെ യുക്തിപരമായ ചർച്ച സാധ്യമാണ്. അതിന്റെ സാധ്യതകള്, അതിനെക്കുറിച്ചുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. മലയാളത്തിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ചർച്ച ആദ്യമായി രംഗത്ത് വരുന്നത് 100 കൊല്ലം മുമ്പ്, 120 കൊല്ലം മുമ്പ് ചന്തുമേനോൻ ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയപ്പോഴാണ്. ഇന്ദുലേഖ നോവലിൽ 18-ാമത്തെ അധ്യായം ദൈവമുണ്ടോ ഇല്ലേ എന്ന ചർച്ചയാണ്. ആ ചർച്ച ഒരുപാട് നീട്ടിവലിച്ച് ചർച്ച അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ചന്തുമേനൻ ആ ചർച്ച തന്റെ ഇഷ്ട കഥാപാത്രമായ മാധവനെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, അതിനകത്ത് ദൈവം ഉണ്ടാവാനും ഇല്ലാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്ന് ചർച്ച ചെയ്തിട്ട് അവസാനം ചന്തുമേനോൻ അദ്ദേഹത്തിന് പറയാനുള്ളത് മാധവനെ കൊണ്ട് പറയിപ്പിച്ച് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തർക്ക വിഷയമാണെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് മനുഷ്യർക്ക് നല്ലത് എന്നാണ് ചന്തുമേനോൻ അതിൽ പറഞ്ഞു വെക്കുന്നത്. കാരണം മനുഷ്യനെ നന്മ ചെയ്യിക്കാനും തിന്മയിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കാനും ഇങ്ങനെ ഒരു വിശ്വാസം മനുഷ്യർക്ക് നല്ലതാണ്. അതുകൊണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നതാണ് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്ന് 120 കൊല്ലം മുമ്പ് ചാൾസ് ബ്രാഡ്ലയുടെയും ഇംഗർസോളിന്റെയും ഒക്കെ യുക്തിവാദം ചർച്ച ചെയ്തുകൊണ്ട് ചന്തുമേനോൻ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ സാധ്യതകൾ, അങ്ങനെ ഞാൻ ഈ ഒരു വിഷയം അടക്കമുള്ള അതിന്റെ സാധ്യതകൾ നമുക്ക് 30-ാം തീയതി തിരൂരിൽ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഇതിന്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.